അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഇബ്രാഹിമി ഓർമ്മകൾ സ്മരിച്ചുകൊണ്ട് മറ്റൊരു വലിയ പെരുന്നാൾ കൂടി സമാഗതമായിരിക്കുകയാണ്. ഏവർക്കും ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. ഗൃഹാതുരത്വം നിറഞ്ഞ പെരുന്നാൾ ഓർമ്മകളുമായി ദുബായിൽ നിന്നുള്ള പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിറമുള്ള ധാരാളം ബലിപെരുന്നാൾ ഓർമ്മകളുമായി നമ്മോടൊപ്പം പഴയകാല ഓർമ്മകൾ പങ്കുവെക്കാൻ കൂടെയുള്ളത് 970 കാലം മുതൽ തന്നെ ട്രൂഷ്യൽ സ്റ്റേറ്റ് ആയിരിക്കെ UAE എത്തിച്ചേർന്ന നീണ്ട 54 വർഷം കാലം UAE ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന നീണ്ട 37 വർഷക്കാലം അഡ്നോക്കിൽ ജോലി ചെയ്തിരുന്ന സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മർ കലറക്കൽ സാറാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കൊക്കെ സുപരിചിതനും 982 കാലഘട്ടത്തിൽ നീണ്ട 43 വർഷക്കാലമായി UAE ചെലവഴിക്കുന്ന, കൂടാണ്ട് അദ്ദേഹം കോയ സാർ എന്ന പേര് കൊണ്ടാണ് അറിയപ്പെടുന്നത്. നീണ്ട പ്രവാസ തുടക്കകാലം മുതൽ തന്നെ ന്യൂ ഇന്ത്യൻ മോഡേൺ സ്കൂളിൽ നിംസിൽ അധ്യാപകനായി ജോലി ചെയ്യുകയും സയൻസ് വിഭാഗത്തിലെ അധ്യാപകൻ കൂടിയായ ബഹുമാനപ്പെട്ട കോയ സാറിനെ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ 978 കാലഘട്ടം മുതൽ UAE എത്തിയ നീണ്ട 47 വർഷക്കാലം UAE ചെലവഴിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട RVM മുസ്തഫ സാറിനെയും ഈ ഒരു ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ പങ്കുവെക്കുന്ന നിറമുള്ള സ്വപ്നങ്ങളുടെ ആ ഒരു ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്ന പ്രിയപ്പെട്ട ഈ ഒരു ചർച്ചയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഓർമ്മകൾക്ക് അല്ലെങ്കിലും വല്ലാത്തൊരു സുഖമാണ്. അത് എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുള്ളത്, ആ ഒരു റിയാലിറ്റി നമ്മളിലേക്ക് തിരിച്ചു കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട ഉമർ സാറിൽ നിന്ന് തുടങ്ങാം. പെരുന്നാൾ വരുമ്പോൾ സാധാരണയായിട്ട് നിങ്ങൾ 2 ജനറേഷനെയും കണ്ടുമുട്ടിയ ആളുകളാണ്. 2 ജനറേഷൻ എന്ന് പറയാൻ കാരണം ഇപ്പോഴത്തെ ന്യൂ ജൻ എന്ന് പറയുന്ന ഒരു ജനറേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കാലവും കഴിഞ്ഞു പോയ ഒരു യാത്രക്കിടയിൽ നിങ്ങളെ ആ പഴയകാല പെരുന്നാൾ തുടക്കം എങ്ങനെയൊക്കെയായിരുന്നു? لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ഈ 54-55 കൊല്ലം ഇവിടെ പാർക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അനുഗ്രഹിച്ച സർവശക്തന് എല്ലാ സ്തുതിയും. ഇനി പഴയകാല ഓർമ്മയിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരുന്നിരിക്കുന്നത് ചെറുപ്പകാലത്തിലുള്ള ഒരു പെരുന്നാളിലുള്ള ഒരു കുളിയാണ്. പെരുന്നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമല്ലോ. അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നേരെ കുറച്ചപ്പുറത്തുള്ള ഒരു കുളത്തിലാണ് കുളിക്കാൻ പോയത്. എല്ലാവരും കുളിച്ച് പിന്നെ സമയമൊന്നും ആയതറിഞ്ഞില്ല. പെരുന്നാളിൻ്റെ അന്ന് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഉപ്പ എന്നെ അടിച്ച ഒരു ഓർമ്മ എനിക്ക് അത് മാത്രമേ ഉള്ളൂ. അതും ഒരു പെരുന്നാളിനായിരുന്നു എന്നുള്ള കാര്യം വലിയ അത്ഭുതമാണ്. കാരണം ഇവരെല്ലാവരും ചോറുണ്ണാൻ എന്നെ കാത്ത് നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ കുളത്തിൽ കുളിച്ച് തിമർക്കുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ആളന്വേഷിച്ച് വന്നിട്ട് അവിടെ നിന്ന് കൊണ്ട് ചെന്ന വഴിക്ക് ആദ്യം കിട്ടിയത് 2 പെടിയിൽ. ആ പെരുന്നാളാണ് ജീവിതത്തിൽ ഇതുവരെ മറക്കാത്ത പെരുന്നാൾ. കാലങ്ങൾ എത്ര കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ അടിയും അല്ലെങ്കിൽ അത് മറക്കില്ല. ഉപ്പാടെ ആകെ കിട്ടിയിട്ടുള്ള അടി അതാണ്. ആകെ കിട്ടിയിട്ടുള്ള വെച്ചാൽ ഓർമ്മയിലുള്ള ഒരു അടി അത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാളിന് കിട്ടിയ അടിയായ കാരണം അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം ഓർമ്മയിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്. ഇന്ന് ആഘോഷങ്ങൾക്ക് പരിമിതിയില്ലാതെ അല്ലെങ്കിൽ ആർഭാടങ്ങൾ നിറഞ്ഞ ആഘോഷങ്ങളായി കണക്കാക്കപ്പെടുന്ന ഒരു കാലമാണ്. എന്നാൽ ഇല്ലായ്മകളുടെ കാലത്ത് ഉള്ള പെരുന്നാളുകൾക്ക് ധാരാളം ഓർമ്മകൾ ഉണ്ടാകാം. കാരണം ഏതൊരു മനുഷ്യന്റെയും തുടക്കം ഒരു പ്രവാസ മണ്ണിലണഞ്ഞ ആളുകൾ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷെ പ്രവാസത്തേക്ക് എത്തിയിട്ടുണ്ടാവുക. എന്നാൽ
ആ പഴയ കാലത്തെ പെരുന്നാളിന്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്തെ പെരുന്നാളിന് പറയുമ്പോഴേ ഓർമ്മയിൽ വരുന്നത് എൻ്റെ ഉമ്മനെയും പാപ്പനെയാണ്. സാധാരണ കുടുംബം ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിക്കുന്ന ആളുകൾ ധാരാളം. എല്ലാവർക്കും പെരുന്നാളെന്ന് പറയുമ്പോൾ ഒരു പുത്തനുടുപ്പ് അണിയുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ആഗ്രഹം. പിന്നെ രണ്ടാമതായി നല്ല ഭക്ഷണം. നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു ഇറച്ചി, പിന്നെ അതിലൊരു നമ്മളെ കോഴിക്കോടൊക്കെ ആകുമ്പോൾ ഒരു നെയ്ച്ചോറ്, ഇതായാൽ പെരുന്നാളായി. അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുക. അതിൻ്റെ അർത്ഥം മറ്റു ദിവസങ്ങളിൽ വളരെ പരിമിതമായിട്ട് ഈ നെയ്ച്ചോറുള്ള സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇന്ന് സുഭിക്ഷമായി കിട്ടുന്ന സാധനം അന്ന് ഇല്ല. പിന്നെ ഒരു പുത്തനുടുപ്പ് എന്ന് പറയുന്നൊരു വല്ലാത്തൊരാഗ്രഹമാണ്. പക്ഷേ അത് സാധാരണഗതിയിൽ നമ്മളവിടെയൊക്കെ ചെറിയ പെരുന്നാളാണ് കുറെ കൂടി കേമമായിട്ട് ആഘോഷിക്കുക. എന്നുവെച്ചാൽ ഒരു 30 ദിവസം നോമ്പ് നോറ്റ് അതിനെ കാത്തിരിക്കുക. പിന്നെ ത്രാവ്യ നിസ്കാരം, കുട്ടികളൊക്കെ കുറെ കൂടി ഫ്രീ ആകുന്നൊരു സമയമാണത്. അപ്പോൾ ഈ പെരുന്നാളിന് ഡ്രസ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ആവേശമാണ്. ആ ചെറിയ പെരുന്നാളിനെടുത്ത ഡ്രസ്സായിരിക്കും മിക്കവാറും കുടുംബങ്ങളിലെ കുട്ടികളൊക്കെ വലിയ പെരുന്നാളിനും ഉപയോഗിക്കാറ്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് പ്രധാനമായിട്ട് അതാണ് വരുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ എടുത്ത് ഇസ്തിരി തന്നെ വേറെ രീതിയിലാണ്. ഇസ്തിരി എന്ന് പറയാൻ പറ്റില്ല. മടക്കി വെക്കും, വലിയ പെരുന്നാൾ വെക്കും. വലിയ പെരുന്നാൾ എടുത്താലായി, എടുത്തിട്ടില്ലെങ്കിൽ ആയി. അതിലൊക്കെ സന്തോഷം അന്ന് കണ്ടെത്തിയിരുന്നു. നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് ഒരു വീട്ടിൽ ഒരു തുണിഷോപ്പ് തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത്ര അപ്പോൾ ആ വ്യത്യാസം കാണുന്നുണ്ട്. പിന്നെ ഭക്ഷണത്തിനോടൊന്നും വലിയ അങ്ങനത്തെ ഒരു ഇതും ഉണ്ടാവാൻ സാധ്യതയില്ല ഇന്ന്. അപ്പോൾ പെരുന്നാളിൻ്റെ കാര്യം ഒരു 2 കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും. അത് ചെറിയ കുട്ടികളായിട്ട് നമ്മൾ ഒരു പ്രായം കുറച്ച് അങ്ങനെ കഴിഞ്ഞവരെ ഓർമ്മ ഉണ്ടാവുന്നത്. പിന്നെ കളിക്കുക, തിമിർത്ത് കളിക്കുക. നമ്മുടെ പ്രായത്തിലുള്ള സ്കൂളുകളൊക്കെ അന്ന് അവധിയായിരിക്കും. ഒരു മാസം നോമ്പ് കാലം ഒരു മാസം അവധിയാണ്. അപ്പോൾ അവധിക്ക് പ്രത്യേകിച്ചും കോഴിക്കോട് പ്രാന്തപ്രദേശ കുണ്ടങ്ങൽ പള്ളിക്കണ്ടി ഇങ്ങനെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ മൊഗദാർ ഇടിയങ്ങര എന്നൊക്കെ പറയുന്ന സ്ഥലത്തുള്ള 100% മുസ്ലിമിനായി താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഏറെ ഉത്സവ പ്രതീതി ഈ റംസാൻ കാലഘട്ടത്തിലുണ്ടാകും. അതിൻ്റെ ആ പെരുന്നാളിൻ്റെ കൂടുതൽ സന്തോഷത്തോടുകൂടി നമ്മൾ ആഘോഷിക്കും. വലിയ പെരുന്നാളിന് സന്തോഷം കൂടുതലുണ്ടാവും. പക്ഷെ അന്ന് ഇത്രമാത്രം ഒരു ആഘോഷം ഉണ്ടാവില്ല. ആഘോഷം എന്ന് പറഞ്ഞാൽ കളിക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിയല്ല, മനസ്സിലായില്ലേ? ഇത് വേറെ അവിടെ പോകുന്നില്ല. പിന്നെ ചില കുട്ടികളൊക്കെ കുറേ അങ്ങോട്ടും ദൂരത്തൊക്കെ കുടുംബത്തിലൊക്കെ പോകും. നമ്മുടെ മാതിരിയുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ അങ്ങോട്ടുള്ള ദൂരത്തൊന്നും പോകാൻ നടന്നു പോകണ്ടേ. പിന്നെ അങ്ങനെ പല വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും കളിയിലൊക്കെ ഏർപ്പെടും. ഇതോടുകൂടി പെരുന്നാൾ കഴിഞ്ഞു. ഭക്ഷണം ആ പുത്തനെടുക്കും. ഇതാണ് അന്നത്തെ കാലത്തുള്ള പെരുന്നാൾ. പിന്നെ പല ഓർമ്മകളും പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ കടന്നു വരും. നിങ്ങളുടെ മനസ്സിലുള്ള ആ പഴയ ഓർമ്മ ഇതാണ്, മറക്കാൻ പറ്റാത്ത ആ ഒരു പെരുന്നാൾ കാലം? പെരുന്നാളിന് സാർ പറഞ്ഞതുപോലെ നാട്ടിൽ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ്. ഒന്ന് ഭക്ഷണവും, ഒന്ന് ഡ്രസ്സും. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അന്ന് ഒരു ഷർട്ട് തന്നെയാണ് സ്കൂളിൽ പോകുകയാണെങ്കിലും മദ്രസയിൽ പോവുകയാണെങ്കിലും കല്യാണത്തിന് പോവുകയാണെങ്കിലും ആകെ ഒരു ഷർട്ടാണ് അന്ന് ഉണ്ടാവുക. ഈ പെരുന്നാളുടെ ചെറുപ്പത്തിലേക്ക് വരുമ്പോൾ ഞാൻ പല പ്രാവശ്യം ഇതിനിടെ വളരെയധികം പ്രയാസത്തോട് കൂടിയിട്ട് ഓർത്തിട്ടുള്ളത് എൻ്റെ ഉപ്പാനെയാണ്. ഈ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു ഷർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ അപ്പുറത്താണ് ഒരു ടൈലറുടെ അവിടെ കൊണ്ടു കൊടുത്താൽ അത് അടിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ ഉപ്പ രാത്രി 10 മണി 12 മണിക്കാണ് ടൈലർ ഷോപ്പിൽ ചെന്നിരിക്കും. എന്നിട്ട് ആ ഡ്രസ്സുകൾ അടിച്ച് മേടിച്ച് സുബൈ വാങ്ങിക്കൊടുക്കുന്നതോടുകൂടിയായിരിക്കും ഉപ്പ ഉറക്കുളച്ച് ആ ടൈലർ ഷോപ്പിൽ ഇരുന്നു കൊണ്ട് സുബൈൻ്റെ സമയത്താണ് ഉപ്പ ഡ്രസ്സ് മേടിച്ച് വന്നതായിട്ട് വളരെ ചെറുപ്പം മുതൽ നമുക്ക് എടുത്തിട്ടുണ്ടാവില്ല. നമുക്ക് ആ ഡ്രസ്സ് ഉപ്പ കൊണ്ടുവന്നതായിട്ട് പല പെരുന്നാളിലും നമ്മൾ ഓർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ വന്നു കഴിഞ്ഞാൽ പുലർച്ചെ വിളിച്ചുണർത്തി
വീടുകളിൽ ഇന്നൊന്നും നാടുകളിൽ കാണാത്ത കാര്യങ്ങളാണ്. സുബൈൻ്റെ മുമ്പ് കുറച്ച് തക്ബീറിയല്ല, അതൊന്നും ഇപ്പൊന്ന് നാട്ടിലൊന്നും കാണുന്നില്ല. സുബൈൻ്റെ മുമ്പ് കുറച്ച് തക്ബീർ ചെല്ലിയതിന് ശേഷമാണ് സുബൈ നിസ്കാരം മറ്റുമൊക്കെ തുടങ്ങുന്നത്. എന്നപോലെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. വീട്ടിൽ ഭക്ഷണങ്ങളുണ്ട്, അതൊരു തരം കറി, അതല്ലെങ്കിൽ ഒരു കഞ്ഞി അല്ലെങ്കിൽ ചോറ്, അങ്ങനെ തന്നെയാണ്. എന്നാലും സുഭേഷായിട്ട് ഭക്ഷണം ഉണ്ട് എങ്കിലും അത്യാവശ്യം കൃഷിയൊക്കെ ഉള്ള ഒരു കുടുംബത്തിലായിരുന്നു വെച്ചെങ്കിലും പട്ടിണി അല്ലെങ്കിലും അതൊരു ഇതല്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ വലിയ ഒരു ഇല വെട്ടി അകത്ത് വിരിച്ചു. ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു ഞാൻ വളർന്നത്. ഉപ്പാടെ 3 സഹോദരന്മാരും അതുപോലെ വല്യപ്പീൻ ഒക്കെ ആയിട്ടുള്ള 10-25, ഇന്നത്തെ തറവാടും അന്നത്തെ തറവാടുമായിട്ട് വ്യത്യാസമുണ്ട്. ഞങ്ങളൊക്കെ വലിയ ആളുകളായി ഞങ്ങളെ പെങ്ങളൊക്കെ കെട്ടിക്കുന്നവരെ ഞങ്ങൾ ഒറ്റ കുടുംബത്തിലാണ് നിന്നിരുന്നത്. എളാപ്പാരും മുത്തപ്പാരും ഞങ്ങൾ ഒന്നിച്ച്. പിന്നെ എൻ്റെ പെങ്ങളൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷം ജ്യേഷ്ഠൻ ഗൾഫിലേക്കൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ വേറെ വേറെ പോകുന്നുള്ളൂ. ഇന്ന് ആ സ്ഥാനത്ത് ഒരു വാപ്പി ഒരു ഉമ്മയും 2 കുട്ടികളുണ്ടെങ്കിൽ ഒരാൾ കല്യാണം കഴിച്ചാൽ മറ്റോ അവന് കുട്ടിയായോ ഇല്ലയെന്നുള്ളതില്ല, അവത്തിന് വേറെ വിളിച്ചിട്ട് പോയി. അങ്ങനത്തെ ഇന്ന് അങ്ങനെയാണ്. ഒരാൾ കല്യാണം കഴിച്ച് രണ്ടാമത്തെ കെട്ടിയോ കെട്ടിയില്ലേ പടം വേറത്തെ ആളുണ്ടോ ഇല്ലയെന്നും നോക്കില്ല, അവർ വേറെ വീട് വെച്ചിട്ട് ആ വീട്ടിലേക്ക് മാറും. ആ സ്ഥാനത്ത് ഞങ്ങൾ 3 ജ്യേഷ്ഠന്മാരും അവരുടെ മക്കളും ഭാര്യമാരും വല്യപ്പനും ഒക്കെ ഒരു വീട്ടിൽ ആണ് താമസിച്ചിരുന്നത്. അപ്പോൾ വലിയൊരു അകത്ത് വലിയൊരു വാഴയുടെ ഇല വെട്ടി കൊടുത്തിട്ട് അതിൽ പല തരത്തിലുള്ള കറികളും. അന്ന് സാർ പറഞ്ഞ പോലെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അവിടേക്കൊന്നും ഈ നെയ്ച്ചോറും ബിരിയാണി ഒന്നും എത്തിയിട്ടില്ല. പെരുന്നാൾക്ക് ഞങ്ങളുടെ അവിടേക്കൊന്നും അത് എത്തിയിട്ടില്ല. ആ പഴയ ഞങ്ങളുടെ അവിടേക്കൊന്നും അങ്ങനെ പെരുന്നാൾക്ക് അന്ന് നെയ്ച്ചോറും ബിരിയാണി ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ വെറുംചോറും മോര് കാച്ചിയത്, ഇറച്ചിക്കറി, അങ്ങനെ അന്ന് നമുക്ക് എത്ര പപ്പടം വേണമെങ്കിലും കഴിക്കാം. മറ്റത് മൈലേർക്ക് ചിലവോ അല്ലെങ്കിൽ വലിയ VIP ഗസ്റ്റ് വന്നാലേ പപ്പടം വരിക്കുള്ളൂ. നമുക്കൊന്നും ആ പപ്പടം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ വേറെ ഇറച്ചി പപ്പടമോ പഴമോ അതല്ലെങ്കിൽ ആവശ്യമുള്ള കറികളോ കിട്ടണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വിളമ്പണമെങ്കിൽ പെരുന്നാൾ വരണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചു വന്നത് അവിടെ പെരുന്നാളിനോട് ഏറ്റവും വലിയ ഒരു ഇത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വല്യപ്പ മരിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടാണ്, കുറച്ച് കഴിഞ്ഞ് പെരുന്നാൾ വരും. ഏകദേശം 5-10 മാസം കഴിഞ്ഞിട്ടാണ് പെരുന്നാൾ വരുന്നത്. ആ പെരുന്നാൾ വരുന്ന സമയത്ത് നമ്മളിന്ന് ഇപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ, ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ അല്ലെങ്കിൽ ജ്യേഷ്ഠ ആരോ അടുത്ത ബന്ധു മരിച്ചാലും നമ്മൾ ആ മയ്യത്തെടുത്ത് അല്ലെങ്കിൽ 1 ദിവസം 2 ദിവസം അതോട് കൂടിയിട്ട് അതിൻ്റെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മറ്റുള്ള ഒരു വിഷയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അന്ന് അവരുടെ ഉപ്പയായാലും ഉപ്പാടെ അനിയനെ എളാപ്പ അവരൊക്കെ അവരുടെ ഉപ്പാനെ അത്രയും അതിൽ ബഹുമാനിക്കുന്ന ഇതാണ് പറഞ്ഞു വരുന്നത്. ഉപ്പ മരിച്ചിട്ട് 10 മാസത്തോളം കഴിഞ്ഞിട്ടാണ് പെരുന്നാൾ വരുന്നത്. എന്നിട്ടും അവർ വലിയ മക്കളാകുന്ന ഉപ്പമാരാണ് ഉപ്പല്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചോറിൻ്റെ സമയം, നിസ്കാരം കഴിഞ്ഞു ചോറിൻ്റെ സമയം ആയിട്ട് പോലും ഉപ്പയളാപ്പയും കരച്ചലിൻ്റെ ഇതിലാണ്. ആദ്യമായിട്ട് അവരുടെ ഉപ്പല്ലാതെ ഞങ്ങൾ എങ്ങനെ ചോറ് വയ്ക്കും. അങ്ങനെ പിന്നെ അവരെ ഇതിൽ ഒരു ഓടി വല്യപ്പാടെ അനിയൻ ജീവിച്ചിരിപ്പുണ്ട് കുറച്ചപ്പുറത്ത്. എന്നിട്ട് അവിടെ പോയിട്ട് മൂപ്പരെ വിളിച്ചു കൊടുത്തിട്ട്, അവിടെ ചോറ് വിളമ്പാരൊക്കെയായിരുന്നു, അവിടെ പോയിട്ട് മൂപ്പരെ വിളിച്ചു കൊടുന്നു. എന്നിട്ട് വല്യപ്പ ഇരുന്ന ആ സൈഡിൽ കുഞ്ഞിപ്പ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിപ്പാനെ ഇരുത്തിയിട്ടാണ് അവർ പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. അത് എപ്പോഴും അതൊരു ഓർക്കാവുന്ന ഒരു പെരുന്നാളായിട്ടാണ്. നല്ലൊരു മെസ്സേജും കൂടി ഉണ്ട്, ഒരു ബഹുമാനവും പിന്നെ റീപ്ലേസ് ആയിട്ടുള്ള ഒരു ബഹുമാനം. അവരുടെ ഉപ്പാടെ അനിയനെ കുഞ്ഞിപ്പാനെ വിളിച്ചു കൊടുത്തിട്ട് കാർന്നവരെ കൊടുന്ന് ഇരുത്തിയിട്ട് അതായത് ഇങ്ങനെ നീള ഇല ഇടുമ്പോൾ എല്ലാവരും 2 വരിയിലിരിക്കുമ്പോൾ മൂപ്പര് ആ തലക്കാൻ ഭാഗത്ത് ഇരിക്കണ ഒരു സീറ്റ് അവിടെ കാലിയാണല്ലോ. അതുപോലെ എൻ്റെ ഉപ്പാക്ക് തന്നെ 50 വയസ്സ് 60 വയസ്സ് പ്രായം അവർക്കുണ്ട്. എന്നിട്ടാണ് അവരൊപ്പം വരിക്കുമ്പോഴാണ് അവർ ഈ ചെയ്യുന്നത്. ആ ഒരു വിഷമത്തിൽ അവരെ ഉപ്പാടെ അനിയനെ കൊടുന്ന് ഇരുത്തിയിട്ടാണ് അവർ ഭക്ഷണം കഴിക്കും. അത് പെരുന്നാളിന് ഈ ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മൾ ഇപ്പോൾ ഈ ഒരു പിന്നെ ബാല്യകാല അല്ലെങ്കിൽ ആ പഴയകാല പെരുന്നാൾ ഓർമ്മകൾ പറയുമ്പോൾ ഒരു ഇമോഷണലി എല്ലാവരും പറയുന്നത് ഉപ്പയോടൊപ്പമുള്ള പെരുന്നാളാണ്. കാരണം ഏതൊരാൾക്കും ഉപ്പ അല്ലെങ്കിൽ ഉമ്മയോടൊപ്പമുള്ള പെരുന്നാളിന് എല്ലാതൊരു മധുരമായിരിക്കും. ഉപ്പയുടെ വേർപാടിന് ശേഷമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പാട് വേർപാട് ശേഷമാണ് ആ ഒരു പൊസിഷനിൽ മറ്റൊരാളെ
കൊടുന്ന് ഇരുത്തുക, അതായത് നമ്മുടെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരാളെ താൽക്കാലികമായിട്ടെങ്കിലും ആ ഉപ്പയുടെ സ്ഥാനത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇരുത്തുക എന്നുള്ളത്. പിന്നെ സാർ, പിന്നെ ഉപ്പയോടൊപ്പമുള്ള പെരുന്നാൾ എങ്ങനെയായിരുന്നു? ഉപ്പുള്ള കാലത്തും ഉപ്പ ഇല്ലാത്ത കാലത്തുള്ള പെരുന്നാൾ. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും ആൺകുട്ടികൾക്ക് എപ്പോഴും അവരുടെ നേതാവ്, അവരുടെ ഐഡിയൽ അവർ ഫാദറായിരിക്കും. പക്ഷെ എന്നിരുന്നാലും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പോലുള്ളൊരു വ്യക്തിത്വത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ നമസ്കാരം അതിൻ്റെ സമയം വിട്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത്, മൂപ്പര് നടക്കാനുള്ളതെന്ന് ചെയ്യാറ് എല്ലായിടത്തേക്കും. പെരിങ്ങോട്ടൂരെ പള്ളിയുടെ അവളായിരുന്നു. പെരിങ്ങോട്ടൂർ സെൻറ്ററിൽ മൂപ്പര് തന്നെ ചെറിയൊരു പള്ളി ഉണ്ടാക്കി അവിടെ തന്നെയായിരുന്നു. അപ്പോൾ മൂപ്പര് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു 10-30 അടി മുന്നിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നടന്നു കഴിഞ്ഞാൽ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഒന്നും അറിയില്ല. ഈ കൈ പിന്നിലേക്ക് കെട്ടി അന്ന് യാ ലത്തീഫ് പറഞ്ഞ് നടന്നിരുന്ന അള്ളാഹ് യാ അള്ളാഹ് അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് പറയുന്നത് ഇപ്പോൾ അള്ളാഹു അക്ബർ പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാർ ധാരാളം കാണാം, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. പക്ഷേ യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് എന്ന് മാത്രം കൈ കൊണ്ട് എണ്ണീറ്റ് നടന്നിരുന്ന ഒരൊറ്റ ആളെ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ വാപ്പയാണ്. ഉപ്പ ഒരാളോടും വഴക്കൂടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ 19 വർഷമാണ് ഉപ്പാടെ കൂടെ ജീവിച്ചത്. നാഴികയ്ക്ക് 300 തവണ എന്നെ വഴക്ക് പറയുന്ന എൻ്റെ ഭാര്യയായിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഈ 19 കൊല്ലം ഉമ്മയും ഉപ്പയും തമ്മിൽ എപ്പോഴെങ്കിലും ഒരു ഹോട്ട് ആർഗ്യുമെൻ്റ് അതല്ലെങ്കിൽ ദേഷ്യത്തിലൊരു സംസാരം കേട്ടിട്ടില്ല. സഹിയുള്ള ഉമ്മാക്ക് ദുഃഖം ഉണ്ടായിരുന്നില്ല എന്ന് അർത്ഥമില്ല കേട്ടോ. ഉമ്മാക്ക് ദുഃഖം ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മൂപ്പരെ അടുക്കളയാണ് ചെന്നിരുന്ന് കുറച്ച് നേരം കാര്യം. ദാറ്റ്സ് ഓൾ. പുറത്തേക്ക് വരുമ്പോൾ ഇനി കാണാത്ത പ്രത്യേകതകൾ ഏറെയുണ്ട്. ളുഹർ നിസ്കരിച്ചിട്ട് സലാം വീട്ടുമ്പോൾ മേശപ്പുറത്ത് ചോറുണ്ടായിരിക്കും. ഇന്നേ വരെ വല്ലാഹുൽ അദീം ഇന്ന് വിറകുകൾ നനഞ്ഞതായിരുന്നു, പപ്പടം പൊരിച്ചത് വെളിച്ചെണ്ണ ചൂടായില്ലായിരുന്നു, കേട്ടിട്ടില്ല. 1 മണിക്കാണ് അവിടെ നിസ്കാരം വരുന്നത്. 1 മണിക്ക് നിസ്കരിച്ച് സലാം വീട്ടി ഉപ്പാടെ ദുആ കഴിയുമ്പോൾ മേശപ്പുറത്ത് ചോറുണ്ടാവും. ഞാൻ 19 കൊല്ലം എൻ്റെ വീട്ടിൽ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ചോറില്ലാതെ ആ സമയം വെയിറ്റ് കണക്കാക്കിയിട്ട് പോവാം തെറ്റിയിട്ട് കണ്ടിട്ടില്ല. പഴയ ഉപ്പയും ഉമ്മയോടുള്ള ആ ഒരു സ്നേഹം അതൊരു വല്ലാത്ത അനുഭവമാണ്, വല്ലാത്ത അനുഭവമാണ്. ഈ അനുഭവം ഇന്നത്തെ ചെറുപ്പക്കാരും കുട്ടികളും പഠിച്ചിരിക്കേണ്ടതാണ്. ഒരിക്കൽ പോലും ഛേന്ന് പറയരുതെന്ന് പറഞ്ഞത് കാരണന്മാരോടാണ്. ഉപ്പ ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാളുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയായിരുന്നു? അതൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ നൊസ്റ്റാളജിക്കൽ ഫീലിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ പെരുന്നാളിൻ്റെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഓർമ്മ പെരുന്നാളിൻ്റെ തല്ലി കിട്ടിയതാണ്. അപ്പോൾ പെരുന്നാളിൻ്റേതായിട്ടുള്ളൊരു ഓർമ്മ എനിക്കില്ല ശരിക്കും പറഞ്ഞാൽ. ചോറുണ്ണ ഒരു പ്രത്യേകതയുള്ള എല്ലാ ദിവസവും ഒരുമിച്ച് തന്നെയാണ് ചോറുണ്ണ. സന്ധ്യയ്ക്ക് വൈകുന്നേരത്തെ ഭക്ഷണവും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിസിറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാർ വരും. ഇതാണ് പെരുന്നാളിൻ്റെ ഓർമ്മകൾ. അല്ലാണ്ട് ഇവരൊക്കെ ഇപ്പം നിങ്ങൾ ഓർക്കുന്ന പോലെ അത്രയും ദീപ്തമായ അല്ലെങ്കിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ വളരെ നൈസായിട്ടുള്ള പെരുന്നാൾ ഓർമ്മ എനിക്കില്ല ശരിക്കും പറഞ്ഞാൽ. സർ, പിന്നെ ഇപ്പോൾ ടെക്നോളജി ഡെവലപ്ഡായ കാലം, അന്ന് ടെക്നോളജി അണ്ടർ ഡെവലപ്ഡ് കാലം, അതിന് വികസനം ടെക്നോളജി ഇല്ലാന്ന് പറയാം. ആ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു പെരുന്നാൾ സന്ദേശങ്ങളൊക്കെ? അന്നത്തെ കാലവും ഇന്നത്തെ കാലമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ടെന്ന് എല്ലാവർക്കും പൊതുവെ അറിയുന്നത്. അന്ന് ഒരു 6 വയസ്സ് സമയമാകും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അങ്ങനെ പ്രധാനമായിട്ടൊന്നും നോക്കാറില്ല. അന്ന് ഈ 1-ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രധാനമായിട്ടുള്ളത് ഒരു സ്ലേറ്റ്, പിന്നെ നമ്മൾ സ്ലേറ്റ് പെൻസിൽ എന്ന് പറയും, നാടൻ ഭാഷയിൽ കൊള്ളി എന്നാണ് അതിന് പറയും, ഒരു മലയാളം ടെക്സ്റ്റ് ബുക്ക്, ഇത് രണ്ടുമാണ്. ഇതായിട്ടാണ് അന്നത്തെ കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോവുക.
കുട്ടികൾ വളരെ ആവേശമായിട്ടാണ് അങ്ങനെ സ്കൂളിൽ പോയിട്ട് ടീച്ചർമാരെന്താണോ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നത് അതുതന്നെ അന്നത്തെ വിദ്യാഭ്യാസം. പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ സ്കൂളിലേക്ക് നടന്നു പോകുന്ന അവസരത്തിന് ഒരു അരമണിക്കൂർ കളിക്കും. സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ ഒരു 1-1.5 മണിക്കൂർ കളിക്കും. അതുകൊണ്ട് പിന്നെ വീട്ടിലെത്തിയാൽ തന്നെ വീട്ടിൽ നിന്ന് രാത്രി ആയാലും പുറത്തേക്ക് കുട്ടികൾ പോകില്ല. കുറച്ച് നമ്മളെ മതിലുള്ള വീടുകളിലാണെങ്കിൽ നമ്മളെ വല്യാപ്പ മലബാറിലുള്ള എൻ്റെ കാലത്ത് 1920 കോഴിക്കോട് വന്ന് സെറ്റിൽ ചെയ്ത ആളാണ്. മലബാറിലുള്ള കൊടുമ്പിരി കൊണ്ട സ്ഥലത്തിൽ തിരൂർ ആ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഇതിൻ്റെ വളരെയധികം അലയാടികളുണ്ടായതും പിന്നെ അവിടെ നിന്ന് ധാരാളം ആളുകളെ അന്തമാനിലേക്കും നിക്കോബാറിലേക്കും നാട് കടത്തിയതും പല ആളുകളും യുവാക്കളായിട്ടുള്ള ആളുകൾ ബർമയിലേക്കും സിംഗപ്പൂരിലേക്കും മറ്റ് ഇതര പ്രദേശങ്ങളിലേക്കും പോയതറിയാം. അത് വല്യാപ്പ അതേ സമയത്ത് ഭാര്യകുന്നത്ത് കുഞ്ഞാമദാജിൻ്റെ ആലി മുസ്ലിയാർ ആഹ്വാനപ്രകാരം ഭാര്യനെയും കൂട്ടിയിട്ട് പോലീസിന് പിടികൊടുക്കണ്ട എന്നുള്ള നിലക്ക് കോഴിക്കോട് വന്നിട്ട് സെറ്റിൽ ചെയ്താണ് തിരൂരിൽ നിന്ന് ചമർവട്ട റോഡിൽ പെരുന്തല്ലൂർ എന്നൊരു ഗ്രാമത്തിലായിരുന്നു വല്യാപ്പൻ്റെ. പിന്നെ അവിടെ വന്ന് കോഴിക്കോട് സെറ്റിൽ ചെയ്ത് ഒരു സാധാരണ ഒരു കുറച്ച് കാലത്തോളം കൂലിവേല ചെയ്തു. വില്യാങ്ങാടിയിൽ ചുമട്ട് തൊഴിലാളിയായി. പിന്നെ അവിടുന്ന് അങ്ങനെ വന്നിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഫോർവേഡിങ് ഏജൻറ്റായിട്ട് അങ്ങനെ വല്യാപ്പ അവിടെ ജോലി ചെയ്ത് അങ്ങനെ കുടുംബം പറ്റിയതാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ രാത്രി വന്നാൽ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങില്ല. ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് അവിടുന്ന് പഠിക്കാനുള്ളത് പഠിച്ച് പിന്നെ ബ്രദേഴ്സും നമ്മളെ ഇതേപോലെ പറഞ്ഞ മാതിരി കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ്. കൊച്ചു വീടാണെങ്കിലും അതിലെല്ലാവരും കട്ടിൻ്റെ അടിയിലും കട്ടിൻ്റെ മുകളിലുമായിട്ട് കിടന്നുറങ്ങി അങ്ങനെ സന്തോഷകരമായിട്ട് ജീവിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എപ്പോഴും ഫാമിലിയിൽ കുറേ കൂടി ദൃഢമായ ബന്ധങ്ങളുണ്ടായിരുന്നു. അളാപ്പൻ്റെ മക്കളാണെങ്കിലും അമ്മായിൻ്റെ മക്കളാണെങ്കിലും കുടുംബ ബന്ധങ്ങൾ കുറേ കൂടി ദൃഢമായിരുന്നു. ആ ദൃഢതാണ് ഇന്ന് നമ്മളിലൊക്കെ നിലനിൽക്കുന്നത്. കാലക്രമണം എന്തുണ്ടായി? പിന്നെ 2ാം ക്ലാസ്സിലും ഒരു മലയാളം ബുക്കും സ്ലേറ്റും തന്നെ. പഠിക്കാൻ എന്താ ഉള്ളത്? വീട്ടിൽ സ്കൂളിൽ പഠിപ്പിക്കും, വീട്ടിൽ പഠിക്കുക, കളിക്കുക, തിന്നുക, ഇതന്നെ പരിപാടി. പിന്നെ കുറച്ച് കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ 3ാം ക്ലാസ് എത്തിയപ്പോഴാണ് വേറൊരു ബുക്ക് വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ആകെ മലയാളം. പിന്നെ 5ാം ക്ലാസ്സിലാണ് ഞാനൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഇപ്പോഴേതെല്ലാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ പഠനത്തിനുള്ള സമയം കൂടുതലായിലേക്ക്. പിന്നെ പേരൻസിനും അങ്ങനെ ഒരു ജിജ്ഞാസായി. മറ്റുള്ളത് അങ്ങനെ ഒരു ജിജ്ഞാസയില്ല. പേരൻസിനും അങ്ങനെ കുട്ടികൾ പഠിച്ച് വരട്ടെ, അങ്ങനെ പോകും. ട്യൂഷനില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ലാതെ അങ്ങനെ ആയതുകൊണ്ട് കൂടുതൽ സമയം കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിലും അയൽവാസി ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിലും കൂടുതലുണ്ടായത്. അന്നത്തെ കാലത്ത് നമുക്കൊക്കെ നമ്മളെ വാപ്പനെയും ഉമ്മനെക്കാട്ട് കൂടുതൽ ഭയം ആരോടും തോന്നുന്നത് പറഞ്ഞാൽ അയൽവാസികളോടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്നത് ഇവർ കാണാതെ കളിക്കായിരിക്കും, എന്തെങ്കിലും വികൃതിയ കാര്യങ്ങളൊക്കെ കുട്ടികളന്നത്തെ കുട്ടികൾ. അപ്പോൾ അയൽവാസികൾ കണ്ടാലും ഒരൊറ്റ അങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് വീട്ടിൽ ചെന്നിട്ട് വാപ്പനോട് ആരോടും പറയാൻ വെച്ചാൽ വാപ്പിയും പറയാം അദ്ദേഹം അങ്ങനെ ഒന്നും അടിക്കൊന്നുമില്ല, നീ എന്തോ ചെയ്തിട്ടുണ്ടാകുന്ന പറഞ്ഞാൽ അവിടെ നിന്ന് ചിലപ്പോൾ ഒന്ന് കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ ഉണ്ടായാലും വീട്ടിൽ ചെന്ന് പറയാനും പേടിയാണ്. പിന്നെ അന്ന് അയൽവാസികളിൽ ബന്ധങ്ങൾ അത്രയാണ്. ഇന്ന് സ്വാഭാവികമായിട്ടും ഞാൻ പലപ്പോഴും പറയും, ഇന്ന് നമ്മൾ ആദ്യം ഒരു സ്ഥലം വാങ്ങിയാൽ എന്താ ചെയ്യുക? ഒരു മതിൽ കെട്ടാനാണ് പറയും, അല്ലേ? മതിൽ കെട്ടിക്കാളി അല്ലെങ്കിൽ അവിടുന്ന് ആരെങ്കിലും കയറി കളിക്കുന്നു. അന്നത്തെ കാലത്ത് മതിലില്ല. ഒരു ഭാഗം പിന്നെ നമ്മളെ ടെക്നോളജി ഡെവലപ്പ് ആവാത്ത കാലത്ത് നമ്മൾ ഇന്ന് പെരുന്നാൾ സന്ദേശങ്ങളൊക്കെ ഒറ്റ ക്ലിക്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് കൊണ്ട് പെരുന്നാൾ കഴിഞ്ഞു. ഇന്ന് രാത്രി എല്ലാവർക്കും ഒരു പെരുന്നാളിൻ്റെ മെസ്സേജ് അയക്കലോട് കൂടി അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കലോടെയോ അതിനേക്കാൾ അപ്പുറം ഇന്ന് സ്റ്റേറ്റസുകളോടും കൂടി പെരുന്നാളിൻ്റെ ആശംസ കൈമാറ്റം കഴിഞ്ഞു. പക്ഷെ പണ്ട് എങ്ങനെയായിരുന്നു ഞാൻ നമ്മളെ പ്രദേശം ഞാൻ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഒരു നോമ്പ് 28 ആയാലും വലിയ ചെറിയ പെരുന്നാണ്ടാണ് ഞാൻ പറഞ്ഞത്. 28 ആയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ പടിഞ്ഞാറ് അറബിക്കടലിൽ പോയി മാസം കാണാൻ ഞാൻ നോക്കി നിൽക്കും. മാസം കാണാൻ നോക്കി നിന്നിട്ട് മാസം അന്ന് കണ്ടിക്കണമെങ്കിൽ ഈ ഒരു 100-100 കുട്ടികൾ വരും പല ഭാഗത്തും. എന്നിട്ട് ഇവർ മാസം കണ്ട ഉടനെ തന്നെ അഥവാ മരുവാൻ കൊടുക്കുന്നതിന് ആ സമയത്ത് മാസം കണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടുകയും ചെയ്യുക. ഓടി ഓരോരുത്തർ ഓരോരോ വീട്ടിലെ കണ്ടു ഓടുമ്പോൾ അപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ മനസ്സിലാവും പെരുന്നാളായി എന്നുള്ളത്. അത് ഞങ്ങൾക്ക് ഇത് പിന്നെ ഈ മറ്റേ അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ കാലിയാര വീട് കോഴിക്കോട് അവിടെ അടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ട് ആൾക്കാരെല്ലാവരും ഇവിടെ കാത്തു നിൽക്കും. ഇങ്ങനെ എന്താണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വിളിച്ച് അന്ന് ഫോണുണ്ടല്ലോ, അന്ന് ഫോണുണ്ട്. ആരെങ്കിലും വിളിച്ച് പറയും ഇങ്ങനെ കാപ്പാട് കണ്ടിക്കണി അല്ലെങ്കിൽ ഈ തിരൂർ കണ്ടിക്കണി എന്നൊക്കെ പറഞ്ഞാൽ ആ കാപ്പാട് എന്ന് പറഞ്ഞാൽ ആ പ്രാന്തപ്രദേശത്ത് കണ്ടാലേ നോമ്പ് തീരുമാനിക്കുള്ളൂ. ചിലപ്പം അത് പ്രസ്തുത പ്രദേശത്തുള്ള കാതി തീരുമാനിച്ചില്ലെങ്കിൽ ഇന്ന് കോഴിക്കോട് നിന്ന് പെരുന്നാളാണെങ്കിൽ ചിലപ്പം ഇവിടെ തൃശ്ശൂരൊക്കെ വേറെ പിറ്റന്നായിരിക്കും പെരുന്നാൾ. ചിലപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടാവില്ല മാസം. ഇന്നത്തെ മാതിരി വേറെ സംവിധാനങ്ങളൊന്നുമില്ല.
പിന്നെ ആശംസ കൈമാറാനൊന്നുമില്ല. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നോമ്പ് നിസ്കരിച്ച് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ എന്താ പോയി തൽക്കാലം എന്താ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ അയൽവാസികളുടെ വീട്ടിലൊക്കെ പോകും. എന്തിനാണ് പോണത്? പെരുന്നാൾ പൈസ കിട്ടാൻ കുട്ടികൾ പോണ തന്നെയാണ് എന്തെങ്കിലും പെരുന്നാൾ പൈസ കിട്ടും. പിന്നെ ഉച്ചകണ്ട് കഴിഞ്ഞാലാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ വെച്ചിട്ട് കുടുംബത്തിൽ ഇപ്പോൾ അടുത്തടുത്തുള്ള ഇവിടെ കുടുംബക്കാരൊക്കെ അവിടെ പോകും. അവിടെ പോയാൽ ചില സ്ഥലത്ത് നിന്ന് കൂടുതൽ പൈസ കിട്ടുമെന്ന് അറിയുന്ന കുട്ടികൾ ആ ഭാഗത്തേക്ക് പോകും. അവിടെ പോകും, പെരുന്നാൾ പൈസ കുറച്ച് കിട്ടും. പിന്നെ എന്താ ചെയ്യാതെ തിരിച്ച് വന്നിട്ട് അന്നത്തെ കാലത്ത് എന്തെങ്കിലും ടോയ്സോ കാര്യങ്ങളോ എന്തോ വാങ്ങി, അല്ലെങ്കിൽ കുറേ പടക്കം വാങ്ങി എന്തെങ്കിലും പൊട്ടിച്ചൊക്കെ കൂടി അങ്ങോട്ട് പെരുന്നാൾ അതോട് കൂടിയിട്ട് വീഴുന്നു. അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു ഇത് കൊടുക്കണ ഏർപ്പാടൊന്നും ഉണ്ടായതിൽ ആൾക്കാർ വാമൊഴിയായിട്ട് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ആരവങ്ങളൊക്കെ കണ്ടാലൊക്കെ ആളുകൾ ഇത് പലചരക്ക് കടകളൊക്കെ ഉള്ള ചില കോർണർ ഉണ്ടാകും. അവിടുത്തെ കൂട്ടമായിട്ട് അങ്ങോട്ട് പറഞ്ഞ് അപ്പോൾ അറിഞ്ഞോണ്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞ് അങ്ങനെ പെരുന്നാൾ സന്ദേശം എല്ലാവരും ചോദിച്ച ചോദ്യത്തിന് എൻ്റെ അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരിക്കടുത്ത് വെട്ടുകാട് എന്ന് പറഞ്ഞ ഞങ്ങളൊരു ഉൾപ്രദേശമാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ മാസം കണ്ട് പെരുന്നാളാണെന്നുള്ളതിൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഒരു ചെറിയ റേഡിയ പള്ളിക്കലോ അന്നത്തെ ഉസ്താദിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിങ്ങനെ നീട്ടിവെച്ച് ഏരിയയിൽ തിരിച്ചിങ്ങനെ തിരിച്ചിട്ട് ആകാശവാണി മറ്റേ സിലോണിൽ നിന്നാണ് അത് വരുന്നത്. സിലോണിൽ നിന്നുള്ള വാർത്ത, അതിലാണ് ചിലപ്പോൾ മാസം കണ്ട വല്ല വിവരം ആ റേഡിയോയിൽ കൂടിയാണ് കേൾക്കുക. അത് രാത്രി 12 മണിയൊക്കെ ആവണം അത് കേൾക്കണമെങ്കിൽ. മഹല്ലിൽ തന്നെ മാസം കണ്ടത് പകുതി ആളുകൾ കേട്ടവരും പകുതി ആളുകൾ അറിയാത്തവരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു റംദാനക്ക് ഒരു ഹിന്ദു സഹോദരൻ്റെ വീട്ടിൽ കുടിയിരിക്കൽ കുറ്റൂസാണ്. ആ കുറ്റൂസക്ക് അപ്പുറത്തുനിന്ന് എൻ്റെ ഒരു അമ്മായി വന്നിട്ടുണ്ട്. വീട് പാർക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ അവിടെ കയറിയത്. അപ്പോൾ അമ്മായിക്ക് നോമ്പുണ്ട്, എനിക്ക് നോമ്പില്ല. ഞങ്ങളുടെ അവിടേക്ക് നോമ്പില്ല. കാരണം നമ്മുടെ മഹലിൽ ഈ ഭാഗത്തുള്ളവരൊന്നും ആരും നോമ്പുള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല, മാസം കണ്ട ഇവർ അറിഞ്ഞിട്ടില്ല. അവർ മറ്റൊരു മഹലിൽ നിന്ന്, കേച്ചേരി മഹലിൽ നിന്ന് മൈക്കയിൽ വാങ്ങ് കൊടുക്കുന്നതായിട്ട് കേട്ട്. അപ്പം നാളെ നോമ്പാണെന്ന് അവർ അറിഞ്ഞുകൊണ്ട് ആ ഭാഗത്തുള്ളവർ ബാങ്ക് കേട്ടവരൊക്കെ നോമ്പെടുത്തിട്ടുണ്ട്. അപ്പം മഹലിൽ തന്നെ നാളെ നോമ്പാണെന്നുള്ളത് 2 തരത്തിലാണ് അറിയാം. എന്നുപോലെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് സെൻട്രലിൽ എത്തിയിട്ട് ഇന്ന് പെരുന്നാളാണ്, ഇന്ന് സ്കൂളില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞയച്ച സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോകുന്ന നമ്മൾ സെൻട്രലിൽ എത്തുമ്പോൾ ഇന്ന് പെരുന്നാളാണ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട് ജുമാഅത്ത് പള്ളിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഇതാണ്. എന്നിട്ട് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇന്ന് പെരുന്നാളാണ്. പിന്നെ ഈ പെരുന്നാളിന് ഈ പെരുന്നാൾ നിസ്കാരം ഇന്നിപ്പോൾ കാണുന്ന പോലെ 6 മണിക്കൊന്നും അന്നില്ല. അന്നൊക്കെ 11 മണി 10:30 12 മണിക്കൊക്കെയാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മളവിടെ പെരുന്നാൾ നിസ്കരിച്ചത്. അപ്പോൾ അതുകൊണ്ട് 10 മണിക്ക് സ്കൂളിന് 9 നമ്മൾ പോകുമ്പോഴും സെൻട്രലിൽ എത്തിയിട്ട് മടക്കി പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അപ്പോൾ മാസം കണ്ടത് അറിയാതെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇതൊരു പക്ഷേ ഒരു മാസത്തെ കാലം ഇന്റർനെറ്റ് ഓഫ് ആയാൽ ഈ പഴയ കാലം തിരിച്ചു വന്നേക്കാം. ഇല്ല, നോട്ട് നെസസറി. എന്താണെന്ന് വെച്ചാൽ ഈ പെരുന്നാൾ ആശംസകളെ കുറിച്ചാണല്ലോ താങ്കൾ ചോദിക്കേണ്ടായത്. അത് ഇപ്പോഴും എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ ലോക്കൽസ് ദേ ഡു ഇസ് ട്രഡീഷണലി. എനിക്ക് വളരെ അടുത്തറിയാം. എല്ലാവരും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ വിസിറ്റിംഗ് ദിയർ പേരൻസ്. ഇവിടുത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെടുന്നത്. ഏതായാലും ക്രൂഷ്യൽ സ്റ്റേറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ കൂട്ടത്തിൽ നിങ്ങളാണ് ആദ്യത്തെ പ്രവാസി എന്നറിയാം. അന്നത്തെ കാലം മുതൽ തന്നെ ഗൾഫിലെത്തിയ ആളെന്ന നിലക്ക് ഇവിടെ എത്തിയതിനു ശേഷം നാട്ടിലത്തെ പെരുന്നാളുമായി കമ്പയർ ചെയ്തിട്ടുണ്ടോ ആഘോഷങ്ങളെ? യെസ്. എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് പെരുന്നാൾ കുറച്ചും കൂടിയും അദ്ദേഹം പറഞ്ഞ പോലെ പെരുന്നാളിന് അന്ന് നമുക്ക് എന്താ ഉള്ളത്? കുറേ കളിക്കും, കുറേ പുതിയ ഡ്രസ്സ് കളിക്കും. പെരുന്നാളിൻ്റെ, അതായത് യു ആർ സ്റ്റേയിങ് അറ്റ് യുവർ ഏർലിയർ സ്റ്റേജസ്. ആ കാലത്ത് ഒരു 18, 17 വയസ്സ് 15 വയസ്സ് വരെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഈസ് സംതിങ് എൽസ്. ഈ ട്രഡീഷണൽ പെരുന്നാളിൻ്റെ ടേസ്റ്റ് എന്താണ്, ഇതൊന്നും നമ്മൾ അന്ന് മനസ്സിലാക്കുന്നില്ല. അന്ന് നമുക്ക് നല്ല ചോറ് കിട്ടണം, നല്ല ഭക്ഷണം കിട്ടണം, ഡ്രസ്സ് കിട്ടണം, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻട്രസ്റ്റ്. എക്സ്ക്യൂസ് മീ. അപ്പോൾ ആ കമ്പാരിസൺ ഈസ് നോട്ട് പോസിബിൾ ടു ബി വെരി ഹോണസ്റ്റ്. എന്തുകൊണ്ടെന്നാൽ വളരെ ചൈൽഡ്ഹുഡിൽ തന്നെ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ യൂത്തിൽ തന്നെ ഇങ്ങോട്ട് പോകുന്ന കാരണം യു വോണ്ട് ബി ഏബിൾ ടു
അല്ല ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ആദ്യത്തെ പെരുന്നാൾ ഇവിടുത്തെ പെരുന്നാളിന് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പെരുന്നാളിന് ലോക്കൽസ് മുഴുവൻ ദേ യൂസ് ടു വിസിറ്റ് ദെയർ പാരൻസ്, ദെയർ റിലേറ്റീവ്സ്, എവരി വൺ. നാട്ടിലത്തെ പെരുന്നാളിന് എല്ലാ റിലേറ്റീവ്സിനെയും എല്ലാ വേണ്ടപ്പെട്ടവരെയും പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അവിടെ വെച്ച് കാണുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ രോഗിയായിട്ട് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ തറവാട്ടിലുണ്ടെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യാമെന്ന് മാത്രമേ പെരുന്നാളിൻ്റെ വിസിറ്റിംഗ് ചാർട്ടിലുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇത്രയും ടെക്നോളജി, ആദ്യം പറഞ്ഞതുപോലെ ഇത്രയും ടെക്നോളജി വളർന്നിട്ട് പോലും പീപ്പിൾ ഗോ ആൻഡ് വിസിറ്റ്. ഇനി പെരുന്നാളിൻ്റെ എൻ്റെ ഏറ്റവും ഫോണ്ടായിട്ടുള്ള ഓർമ്മ ഇവിടുത്തെ ഒരു ലോക്കലാണ്. ഒരു 10-30 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തു അറ്റ്നാക്കിൽ. ഈ മനുഷ്യനും ഞാനും തമ്മിലൊരു മത്സരമുണ്ട്, ആരാദ്യം പെരുന്നാൾ വിഷ് ചെയ്യുന്നു എന്നാണ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അത് പറയാം, നീ എന്നെ ഈ പ്രാവശ്യം ബീറ്റ് ചെയ്തൂലേ. അവൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണത് ദിസ് ഈസ് യു ബീറ്റ് മീ. അപ്പം ഞങ്ങൾ ആ എല്ലാ പെരുന്നാളിനും ഓർക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സാലിഷിറാവി. എല്ലാ പെരുന്നാളിനും കഴിഞ്ഞ നോമ്പ് പെരുന്നാൾ വരെ ഒരു 10-35 കൊല്ലമായിട്ട് ഇത് ആവർത്തിച്ചിട്ടിരിക്കുക. പള്ളിയിൽ നിന്ന് ആദ്യം ചെയ്യുക അദ്ദേഹത്തിന് വിളിക്കുകയാണ്, എന്നുവെച്ചാൽ യു ഹാവ് ടു ബീറ്റ് ഹിം. അപ്പോൾ അതാണ് എൻ്റെ പെരുന്നാൾ എന്താണ് ആശംസകളിൽ ഏറ്റവും ഫോണ്ടായിട്ട് ഓർമ്മയുള്ളത്. അതാണ് കോയ സാർ, നിങ്ങൾ 43 വർഷം മുമ്പ് പ്രവാസത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ UAE എത്തുമ്പോൾ നിങ്ങൾ ആദ്യത്തെ പെരുന്നാൾ ഉണ്ടാവല്ലോ, ഗൾഫിലെ പെരുന്നാൾ എങ്ങനെയായിരുന്നു? ആദ്യത്തെ പെരുന്നാൾ അല്ല ആദ്യത്തെ കൊണ്ടെന്ന് കോമൺ ആയിട്ട് ഒരു ബാച്ചിലർ റൂമിലേക്ക് വന്നിട്ടുണ്ടാവും. ബാച്ചിലർ റൂമിൽ, അതായത് അന്ന് വന്ന അവസരത്തിൽ നമ്മളെ കോഴിക്കോട്ടുകാരായിട്ടുള്ള കുറച്ച് എൻ്റെ സുഹൃത്തുക്കളും കൂടി താമസിക്കുന്ന ഒരു റൂമിലാണ് താമസിച്ചത്, ക്ലോക്ക് ടവറിലാണ്. അന്നത്തെ പെരുന്നാളെന്ന് പറഞ്ഞാലേ സാധാരണഗതിയിൽ ബാച്ചിലർ എല്ലാ റൂമിലും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. ഞാൻ പല സുഹൃത്തുക്കളുടെ റൂമുകളിലും ഇങ്ങനെ പോകാം. നമ്മൾ 9 പേരായിരുന്നു ആ റൂമിൽ താമസിച്ചിരുന്നത്. ചോറ്, പിന്നെ ഒരു കറി, ഇതന്നെ അന്നത്തെ ബാച്ചിലർ റൂമിലില്ലാതെ. പിന്നെ പെരുന്നാൾ നിസ്കാരത്തിന് പോയി വന്നതിന് ശേഷം രാവിലെ എല്ലാവരും പോയി വന്നതിൻ്റെ ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇതന്നെയാണ് അന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ. അതിൽ കൂടുതലായിട്ടൊന്നും അന്നത്തെ കാലത്ത് ഇന്ന് പല മഹല്ല് ഇപ്പോ മാറിയല്ലോ. ഇന്നിവിടെ എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നുണ്ട്. കൂടാണ്ട് ഒരു പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നാട്ടിന്റെ അതേ പ്രതീതി തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നല്ലോ. അന്ന് എന്താന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളെ മാതിരിയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു എക്സ്ട്രാ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്, നമ്മളൊരു സുഹൃത്ത് ഒരു അറബി വീട്ടിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫെസിലിറ്റി ഉണ്ട്, ഇങ്ങനെ പെരുന്നാണ്ട് അന്ന് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ലീവ് ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം അതേമാതിരി വേറെ കുറച്ച് ആൾക്കാരും കൂടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഉള്ള ലീവുള്ള അന്ന് ചില എയർപോർട്ടിലുള്ള സ്ഥാപനമൊക്കെ അന്നത്തെ ദിവസം ജോലി ഉണ്ടാവും. ബാക്കി എല്ലാവരും കൂടിയിട്ട് ഒന്നുകിൽ ഒരു പിക്കപ്പ്, അന്ന് പിക്കപ്പിൽ യാത്ര ചെയ്യാമായിരുന്നു, ഇങ്ങനെ ഉണ്ടെന്നല്ല. അപ്പോൾ പിക്കപ്പിൻ്റെ ബാക്കിൽ ഓപ്പൺ പിക്കപ്പ് ഇതുണ്ടാവും, മറ്റേ സൈഡിലുള്ള അതുണ്ടാവും. എന്നിട്ട് അവിടെ പായൊക്കെ വീശി അങ്ങനെ ഒരു ബെഡ്ഷീറ്റൊക്കെ വീശി അതിലിരുന്നിട്ട് ഒരു 5-6 ആൾക്കാർ ഒന്നുകിൽ ദിബ്ബ, കൽബ, അല്ലെങ്കിൽ റാസഖൈമ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി. ചിലൊരു പ്രാവശ്യം ഒരു പെരുന്നാളിന് അവിടെ ഒരു ബഗീച്ച എന്ന് പറഞ്ഞ ഒരു കാരക്കത്തോട്ടാണ് അത്. അവിടെ പോയിട്ട് അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചതൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനത്തെ അധിക ബാച്ചിലേഴ്സും അങ്ങനെയാണ് ചെയ്യുക കൂടുതലായി. പിന്നെ എന്തെങ്കിലും ഇദ്ദേഹം പറഞ്ഞ മാതിരി ഒരു ചിലപ്പം വല്ലപ്പോഴും ഒരു സിനിമക്ക് അന്നത്തെ കാലത്ത് പോയിട്ടുണ്ടാകും. ഞാനങ്ങനെ സിനിമ ഇവിടുന്ന് കണ്ടതായിട്ട് ഓർമ്മയില്ല, മനസ്സിലായില്ലേ. 1-2 സിനിമ മാത്രമേ ദുബായിൽ ഇത്രയും കാലം വന്നതിൻ്റെ ശേഷം തിയേറ്ററിൽ പോയിട്ട് അന്നത്തെ കാലത്ത് ആരെങ്കിലും സുഹൃത്തുക്കൾ വിളിക്കുമെന്ന് കൂടും, അന്ന് പോയത് കണ്ടതായിട്ട് ഓർമ്മ. ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? എന്തിൻ്റെ മൊത്തത്തിലൊരു നമ്മൾ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കാൻ വേറൊരു ആഘോഷമല്ല. എന്തായാലും ഒരു പുതിയ തുണി ഡ്രസ്സ് മാറ്റിയിട്ട് പെരുന്നാൾ നിസ്കാരം കഴിയുക, പിന്നെ വീട്ടിൽ റൂമിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ ഒന്ന് കുറച്ച് ഉറങ്ങുക. അന്നുണ്ട് സിനിമാ തിയേറ്റർ അന്ന് 2-3 ധാരാ സിനിമ ഉണ്ട്, ദുബായ് സിനിമ ഉണ്ട്, ഇങ്ങനെയുള്ള സിനിമാ തിയേറ്ററുകളൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെ പോവില്ല, അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രം അങ്ങോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ റൂമിലിരുന്ന് നിസ്കരിച്ച് അങ്ങനെ സമയങ്ങൾ കഴിച്ചു പോകും. എന്നാലേ നിങ്ങളിപ്പോൾ ഏകദേശം 47 വർഷം ഇവിടെ പെരുന്നാൾ, ഇവിടുത്തെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാടുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആദ്യത്തെ പെരുന്നാളിന് എനിക്ക് നിസ്കാരം കിട്ടിയില്ല.
ആദ്യത്തെ പെരുന്നാളിന് നിസ്കാരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് 2 മാസം കഴിയുമ്പോഴത്തേനും നോമ്പും പെരുന്നാളൊക്കെ വന്നു. അപ്പം ഞാൻ അവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ 10-10:30 മണിക്കാണ് നാട്ടിലെ പെരുന്നാൾ നിസ്കാരം. ഇവിടെ ആരും പറഞ്ഞില്ല എന്നോട് 6 മണിക്കാണ് അല്ലെങ്കിൽ 5:40 നിസ്കാരം എന്നോട് ആരും പറഞ്ഞില്ല. ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെരുന്നാൾ ആഘോഷങ്ങളൊന്നും അന്ന് അങ്ങനെ ഇതേപോലെ തന്നെയായിരുന്നു നിസ്കാരം രാവിലെ തന്നെ സുബഹി കഴിഞ്ഞ് എൻ്റെ കടന്നാൽ അപ്പോൾ പെരുന്നാൾ നിസ്കാരം അന്നുണ്ട്. പക്ഷെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ പുതിയ ആളാണ്. അപ്പോൾ ഞാൻ ഒരു 9:30-10 മണിക്കൊക്കെ കണക്കാക്കിയിട്ട് നാട്ടിലത്തെ ആ ഒരു ശൈലി കണക്കാക്കിയിട്ട് ഡ്രസ്സൊക്കെ അണിഞ്ഞ് കുളിച്ച് അങ്ങനെ പോകുമ്പോൾ അന്ന് അൽഖുറൈറിൻ്റെ അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അൽഖുറൈർ അന്ന് ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ ഫിഷ് റൗണ്ട് അപ്പുറത്തിൻ്റെ അവിടെ അതിൻ്റെ പുറത്തെ ബിൽഡിങ്ങിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അൽഖുറൈർ സെൻറ്ററിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, മിനുക്ക് പണി നടക്കുകയാണ്. അപ്പോൾ അടിയിലത്തെ മുട്ടിയും വലയൊന്നും ഊരിയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് എനിക്ക് അടുത്തുള്ള ഒരു പള്ളി. അപ്പോൾ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് അടുത്ത സൂപ്പർ മാർക്കറ്റ് വരാൻ. മറ്റുള്ളവരൊക്കെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങുകയാണ് റൂമിൽ. അപ്പോൾ ആരും എണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിളിച്ച് കുളിച്ച് ഒരു 9:00 കൂടിയിട്ട് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോഴാണ് ആ സൂപ്പർ മാർക്കറ്റിൽ ഒരുത്തൻ, അയാളൊരു ഹിന്ദു സഹോദരനാണ്. അപ്പോൾ അയാൾ പറഞ്ഞു എന്നോട് എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ നിസ്കരിക്കാൻ പോവുകയാണ് പെരുന്നാൾ. ഇവിടുത്തെ പെരുന്നാൾ നിസ്കാരമൊക്കെ 6 മണിക്ക് കഴിയുന്ന ആളാണ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്. അല്ലാണ്ട് നമ്മളോട് ആരും പറഞ്ഞതായിട്ടില്ല. അപ്പം അന്ന് ഇവിടെ ഇതുപോലുള്ള ആഘോഷങ്ങളൊന്നും ഇവിടെ പണ്ടത്തെ പോലത്തുള്ള ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ പിന്നീട് ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്കൊക്കെ വന്നപ്പോൾ, ഇപ്പോൾ സുന്നി സെൻറ്റർ, SKSSF, KMCC അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വന്നപ്പോൾ കാലത്ത് എല്ലാ പെരുന്നാൾക്കും ടൂർ വെക്കാറുണ്ട്. ഞാനാണ് അത് ടൂർ വെക്കാറ്. SKSSF ആയാലും സുന്നി സെൻറ്ററും KMCC ഒക്കെ ഞങ്ങൾ പല ഭാഗത്തേക്കും ടൂർ, വടക്കൻ എമിറേറ്റ്സിലേക്കായാലും അബുദാബിക്കായാലും അലൈനിക്കൊക്കെ ആയാലും എല്ലാ 2 പെരുന്നാൾക്കും നമ്മൾ ടൂർ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ടൂർ വെച്ചാൽ ആളെ കിട്ടില്ല. ഇന്നിപ്പോൾ എല്ലാവരും അതിൽ വണ്ടിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, എന്നാലും പോണവരുണ്ട്. പക്ഷെ അത്തരം ടൂർ വെച്ചാൽ പണ്ടത്തെ പോലെയുള്ള വിജയം വരില്ല. നാട്ടിലും ഇവിടെയും കൂടി എടുക്കുമ്പോൾ പെരുന്നാളിന് ഇവിടെ ആയിട്ടാണ് രസമായിട്ട് തോന്നുന്നത്. ഇവിടെ ആയിട്ടാണ് പെരുന്നാളിന്. അപ്പോൾ നാടുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? നാട്ടില് പെരുന്നാളിനെന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്. ഈ 47 വർഷത്തിൻ്റെ ഉള്ളിൽ 2 അല്ലെങ്കിൽ 3 പെരുന്നാളിന് നാട്ടിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന ഒരാൾ എന്ന നിലക്ക് പെരുന്നാൾ ഇവിടെ തന്നെയാണ് സന്തോഷമായിട്ട് തോന്നുന്നത്. കോയ സാറേ, പിന്നെ ഈ നാട്ടിലെ പെരുന്നാളും ഇവിടുത്തെ പെരുന്നാളും നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ ഏതായാലും ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ബാച്ചിലേഴ്സ് രാവിലെ ഇപ്പോഴാണെങ്കിലും രാവിലെ പള്ളിക്ക് പോവും, തിരിച്ച് റൂമിൽ വരും, കിടന്നുറങ്ങി അല്ലെങ്കിൽ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചിട്ട് ആ ഒരു ചെലവഴിക്കൽ മാത്രം. അപ്പുറം പിന്നെ എൻജോയ് ചെയ്യുന്ന ആളുകളും കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മഹല്ല് സംഗമങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുടുംബ സന്ദർശനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ട്രിപ്പ് പോകുന്ന ആളുകളുണ്ടാവും. എന്നാൽ അന്നൊക്കെ നാട്ടു വർത്താനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത്? നാട്ടു വർത്താനം പ്രധാനമായിട്ടും കത്ത് തന്നെ. കൂടുതലായിട്ടും ഇവിടുന്ന് ആരെങ്കിലും നാട്ടിൽ പോവുകയാണെങ്കിൽ ഒരു 10 കത്ത് കൊടുത്തേക്കാണ്ടാവും. വെച്ചാൽ അന്ന് കത്ത് എഴുതി അതിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു നോവലുമായി എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. കത്ത് എഴുതിയിട്ട് ഈ പോണ ആളെ കയ്യിൽ ഒന്നായിട്ട് കെട്ടിയിട്ട് അഡ്രസ്സൊക്കെ എഴുതിയിട്ട് കൊടുത്തേക്കും. അപ്പോൾ അത് പെരുന്നാളിൻ്റെ പോണ ഉണ്ടാവുമല്ലോ, പെരുന്നാളിൻ്റെ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതും. അങ്ങനെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. കത്ത് ആണ് കുറേ കാലങ്ങളോളം. പിന്നെ വല്ലപ്പോഴും ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആദ്യ കാലങ്ങളിലാണെങ്കിൽ ട്രങ്ക് ബുക്ക് ചെയ്യും. ട്രങ്ക് ബുക്ക് ചെയ്യാൻ പുതിയ കാലത്ത് പുതിയവർക്ക് അറിയില്ലേ? ട്രങ്ക് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഇത്തിസലാത്തിൽ അത് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോകണം. ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോയിട്ട് അവിടുന്ന് അവിടെയാണെന്ന് ഫോണുള്ളത് അവിടെ പറഞ്ഞിട്ട് അവിടുന്ന് ഇന്നത്തെ ഇവിടുത്തെ നാട്ടിൽ ടെലിഫോൺ കൊടുത്തിട്ട് അങ്ങോട്ട് ഇവരെ അറിയിച്ച്, അതാണ് ട്രങ്ക് സിസ്റ്റം എന്ന് പറഞ്ഞത്. എന്നിട്ട് അവരെ വിളിച്ചോടെ 10-20 ടെലിഫോൺ വരും എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ റൂമിൽ തന്നെ ഇരുന്നിട്ട് വിളിക്കാനുള്ള സംവിധാനമായി. ഇതിൽ ചാർജ് ഇതിൽ വരും എന്നുള്ളതുള്ളൂ. റൂമിൽ നിന്ന് അങ്ങോട്ട് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വിളിച്ച് പറഞ്ഞ് അവിടുന്ന് വിളിച്ച് പറഞ്ഞതിൻ്റെ ശേഷം നാട്ടിലേക്ക് വിളിച്ച് നാട്ടിൽ നിന്ന് പിന്നെ വീട്ടിൽ നിന്ന് വന്ന് ആ ഫോണില്ല. അപ്പം നമ്മളെ ആ പ്രദേശത്തൊന്നും അടുത്തൊന്നും ഫോൺ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫോൺ ചെയ്യാനുള്ള സൗകര്യം വളരെ കുറവായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ,
അപ്പോൾ അല്ല ഇപ്പം ഇപ്പോഴും നമ്മൾ ഒരുപക്ഷെ നൈഫിലോ അല്ലെങ്കിൽ ദേരയുടെ മറ്റു ഭാഗങ്ങളൊക്കെ പോകുമ്പോൾ ഇപ്പോഴും എത്തിസലാത്തിന്റെ ഒരു കൗണ്ടർ കാണാം, ഒരു കോയിൻ ബോക്സിന്റെ ഒരു കൗണ്ടർ. അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിരുന്നു? ഓ അത് യൂസ് ചെയ്തിരുന്നു, അത് കുറക്കാലം യൂസ് ചെയ്തിരുന്നു. പിന്നെ അതിൽ കോയിൻ ഇട്ടിട്ട് വിളിക്കുക. അപ്പോൾ അതിൻ്റെ പെരുന്നാളിനൊക്കെ ഭയങ്കര ക്യൂ ആയിരിക്കും. ക്യൂ നിന്നിട്ട് ഒരു 10-15 ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ഇപ്പോൾ ചില സ്ഥലത്ത് ആൾ കുറവുള്ള സ്ഥലത്ത് അവർ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് 1-2 ആൾക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അന്ന സ്ഥലത്ത് പോയാൽ ഈ കുറവായിരിക്കുന്നവർ അതുവരെ നടന്നു പോകും. അപ്പോൾ കാര്യമായിരിക്കും. എന്നിട്ട് അവിടുന്ന് വിളിച്ച് സംസാരിക്കും. എന്നാലും അന്ന് നമ്മളവിടെ നാട്ടിൽ മറ്റൊരിടത്ത് വിളിച്ച് വീട്ടിൽ ഫോണില്ലെങ്കിൽ തൊട്ടടുത്ത് വീട്ടിലവിടെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അവരോട് ആദ്യം മുൻകൂട്ടി പറയണം, ഇങ്ങനെ ഒരു ഫോണ് ദുബായിൽ നിന്ന് വരും, അതുകൊണ്ട് ഇന്നൊന്ന് വിളിച്ചു തരുമെന്ന് പറയും. എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞേക്കും, ആളെ പറഞ്ഞേക്കും കുട്ടികളെ. എന്നിട്ട് അവിടെ വീട്ടുകാരോ അല്ലെങ്കിൽ ഉമ്മ ആരെങ്കിലും വന്നിട്ട് അവിടെ നിന്നാൽ ഫോണിൽ സംസാരിക്കാം. അല്ല ഇന്ന് ഒരുപക്ഷെ നാളെ പെരുന്നാളെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ പണ്ട് എങ്ങനെയായിരുന്നു? 3 days ട്രാവലാണ്. 3 days ട്രാവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ യു റീച്ച് ഇൻ ബോംബെ. ബോംബെയിൽ ചെന്ന് കഴിഞ്ഞാൽ ബോംബെയിൽ നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റ്. നെക്സ്റ്റ് ഡേ 2 സമയത്തെ ഫ്ലൈറ്റ് ഉള്ളൂ. ഒന്നൊരു ഉച്ചയ്ക്കും ഒന്നൊരു 4 മണിക്കേറ്റെങ്ങാണ്ട് 2 ഫ്ലൈറ്റേ ഉള്ളൂ. ആ 2 ഫ്ലൈറ്റിൽ 36 ആളാണ്. ആവറോ ഫ്ലൈറ്റ്സാണ്. 36 ആളാണ് ഒരു ഫ്ലൈറ്റ് പോവുക. അപ്പോൾ 2 ഫ്ലൈറ്റിൽ എത്ര ആളായി? 72 ആളെ പോകാൻ പറ്റുള്ളൂ. അത് ഇറങ്ങുന്നത് ഇവിടെ നേവൽ ബേസ് കൊച്ചി. നേവൽ ബേസിലായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ അത് ഒരു വലിയ അനുഭവമാണ് ആ ഫ്ലൈറ്റ്. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റിൻ്റെ ബാക്ക് സൈഡിൽ നെറ്റാണ്. ഈ വലിയ കയറുകൊണ്ട് നെറ്റ് ആണ് ബാക്കിൽ. എന്നിട്ട് അതിൻ്റെ ബാക്കിലാണ് നിങ്ങളുടെ ബാഗേജസ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്ലൈറ്റ് ഒരു എയർ പോക്കറ്റിൽ വീഴുമ്പോൾ ഈ ബാഗേജസ് ഒക്കെ കുരുമാറും. എന്നിട്ട് ഈ നെറ്റുമ്പോൾ തൂങ്ങി കിടന്നുണ്ടാവും. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഏറ്റവും ആക്സിഡൻറ്റ് കുറഞ്ഞ ഫ്ലൈറ്റാണ് കേട്ടോ ആവറോ. അല്ലാതെ അന്ന് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണ്, ഡൊമസ്റ്റിക് ആയിരുന്നു? ഡൊമസ്റ്റിക്കേ ഉള്ളൂ. അന്ന് കൊച്ചിക്ക് ഫ്ലൈറ്റ് ഇല്ലല്ലോ, ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലല്ലോ. കൊച്ചിക്കും ഇല്ല, തിരുവനന്തപുരത്തേക്കും ഇല്ല, ഇവിടത്തേക്കും ഇല്ല. ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് യു ഹാവ് ടു ഗോ ടു ബോംബെ. ബോംബെന്ന് പിന്നെ കൊച്ചിക്ക് പോവാം, കോഴിക്കോട്ടേക്ക് പോവാം. കോഴിക്കോടില്ല, മഡാക്കിൻ്റെ ആളായിരുന്നു ഞാൻ. തിരുവനന്തപുരത്തേക്ക് പോവാം. അതാണ് ഫ്ലൈറ്റിൻ്റെ. അത് ഭയങ്കര രസമാണ്. 3-3.5-4 മണിക്കൂർ എടുക്കും. ഗോവയിലൊന്ന് നിർത്തി പെട്രോൾ അടിച്ച് എന്നിട്ടൊക്കെ വീണ്ടും തിരിച്ച് കൊച്ചിയിലല്ല. നല്ല രസമാണ്. 10-30 ആളല്ലേ ഉള്ളൂ ഒരു ചെറിയൊരു സാധനം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് നാളെ നാട്ടിലേക്ക് എത്തണം ഒന്ന് പ്ലാൻ ചെയ്താൽ എളുപ്പത്തിൽ നാളെ അല്ല, ഇറ്റ് ടേക്സ് 4 hours. അധികം ആൾക്കാരും അന്നത്തെ കാലത്ത് ബോംബെ പോയിട്ട് ബോംബെ ബൈ അവിടുന്ന് ബസ്സിലാണ് പോവുക, അല്ലെങ്കിൽ ട്രെയിനിൽ. ബസ്സിലാണെങ്കിലും ഒരു ഏകദേശം 36-40 മണിക്കൂർ എടുക്കും. ട്രെയിനിലാണെങ്കിൽ അതേമാതിരി 42 ദിവസം ഏകദേശം കണക്കാക്കണം. ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ പോകുമ്പോഴേ പെരുന്നാൾ ആണെന്നുള്ള നിലക്ക് ഇവിടുന്ന് പോയി ആ ലീവ് അക്കൊല്ലം സ്കൂളിൻ്റെ ലീവ് ആ മാസത്തിലായിരുന്നു സ്കൂളിൽ പൂട്ടുന്നത്. അവസാനം പോയിട്ട് അവിടെ ഇവിടെ പെരുന്നാൾ തലേന്നാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ബോംബെയിൽ പോയിട്ട് ഇറങ്ങി. അങ്ങനെ അന്ന് പെട്ടെന്ന് എത്താൻ ബസ് കയറി. ബസ് കാസർഗോഡ് എത്തിയപ്പോഴാണ് അറിയുന്നത് പെരുന്നാൾ അന്നായിരുന്നു എന്നുള്ളത്. ബസ് എത്തുമ്പോൾ വൈകുന്നേരം. അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിരുന്നു. ഇവരൊക്കെ ഞാനിങ്ങനെ ഒരു രാവിലെ ഞാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. അപ്പം നോക്കുമ്പോൾ ഞാൻ കാസർഗോഡ് എത്തിയിട്ടുള്ളൂ വൈകുന്നേരം ആയപ്പോഴും. എന്നിട്ട് അവിടുന്ന് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അവിടുന്ന് ഒരു ടെലഫോൺ ചെയ്തിട്ട് വേറെ അവിടെ പറഞ്ഞു ഇങ്ങനെ ഇന്ന് നാളെ വൈകുന്നേരം രാത്രി ആവും എത്താൻ. അല്ല ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏത് നിമിഷവും നാട്ടിലേക്ക് എത്താൻ പറ്റും. എന്നാൽ നാട്ടിൽ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകും. ചിലപ്പോൾ നമ്മളെ ബന്ധുക്കൾ അല്ലെങ്കിൽ അടുത്ത ആളുകൾ മരണപ്പെട്ടു പോയേക്കാം, അല്ലെങ്കിൽ പ്രസവം, അങ്ങനെ പോലത്തെ സിറ്റുവേഷനുകളൊക്കെ എങ്ങനെയായിരുന്നു തരണം ചെയ്തത്? ഒന്നും ചെയ്യാനില്ല. എഴുത്തിനെ കാത്തിരിക്കുക, അല്ലെങ്കിൽ അയൽവക്കാരും വരുന്നത് കാത്തിരിക്കുക. അന്ന് അല്ലെങ്കിൽ തലേദിവസം വന്നവരും എല്ലാം ഉണ്ടെങ്കിൽ വിവരങ്ങൾ പറയാം. അത്രയേ ഉള്ളൂ. 5 ദിവസം ലെറ്ററിൽ എടുക്കും. ഇങ്ങനെ പലപ്പോൾ കേട്ടിട്ടുണ്ട്, മരിച്ച വാർത്തകളൊക്കെ അറിഞ്ഞത് ഒരു മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ വല്ല അനുഭവങ്ങളുണ്ടോ? എൻ്റെ അളിയൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. അളിയൻ്റെ ജ്യേഷ്ഠൻ പതാസായതിൽ നിന്ന് പോയിട്ട് മരുഭൂമിയിൽ ആടുകളെ ഒട്ടകളെ നോക്കുകയാണ്. അവിടുന്ന് ഒരാഴ്ചയിൽ കൂടുമ്പോഴാണ് കുറേ അപ്പുറത്തൊരു കഫേരിയ, ഒരു ടെൻ്റ് അടിച്ചിട്ടുള്ള ഒരു ചായക്കട പോലുള്ള ഒരു കട. ആ കടയിൽ മാസത്തിലൊരു പ്രാവശ്യമാണ് ചന്ദ്രിയ പത്രം വന്നിരുന്നത്.
അദ്ദേഹം ആ മരുഭൂമിയിൽ നിന്ന് ഈ കടയിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് അറബിയുടെ ഇതുള്ളൂ. 2 മണിക്കൂർ ഒന്ന് പോയി വരാന്നുള്ളത്. അപ്പോൾ പോയാൽ ആ ഒരു ഗ്രോസറിയും ചായക്കടയും കൂടിയിട്ടാണ്. അതിൽ നിന്ന് ഒരു മാസത്തിനുള്ള ഒരാഴ്ചക്കുള്ള സാധനം മേടിച്ചിട്ടാണ് മൂപ്പര് വരിക. അപ്പോൾ മറ്റൊരാൾ പത്രം വായിക്കുമ്പോൾ അപ്പുറത്ത് ഇരുന്നിട്ട് ഇയാൾ കണ്ടാണ് ഈ ചന്ദ്രയുടെ ബാക്ക് ഈ പത്രത്തിൻ്റെ മറുഭാഗത്ത് ഇയാളുടെ ഉപ്പയുടെ ഫോട്ടോ. അപ്പോൾ ഉപ്പ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ പത്രത്തിലാണ് അദ്ദേഹം സ്വന്തം ഉപ്പ മരിച്ചത് അയാൾ കാണുന്നത് ഈ പത്രത്തിൽ ബദാസായതിനും പോയിട്ട് നമ്മുടെ സൗദി ബോർഡറിൻ്റെ അവിടെ വെച്ചിട്ട് കാണുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഞാനിത് അനുഭവിച്ചതാണ്. എനിക്ക് 2 കുട്ടികൾ, 2 പെൺമക്കളായിരുന്നു. ഞാൻ പുറപ്പെടുന്നത്. ഞാൻ 82 വന്നു. എൻ്റെ കൊച്ചുമോൾക്ക് ഒരു 3 വയസ്സുണ്ടാകും. എൻ്റെ കൂടെയുള്ള എൻ്റെ മൂത്ത മകളാണ്. അപ്പോൾ ഞാൻ ഇവിടെ സ്കൂളിൽ ചേർന്ന് സ്കൂൾ അധ്യാപനം ആ വെക്കേഷനിൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ ഡിസംബറിലാണ് വന്നത്. അപ്പോൾ വന്ന ഉടനെ ആയതുകൊണ്ട് പലരും പറയും 2 മാസം ലീവല്ലേ, പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ കൊല്ലം ഞാൻ പോയില്ല. എൻ്റെ മോൾക്ക് എന്തോ ഒരു ഈ നാട്ടിലൊരു നമ്മൾ വസൂരി എന്ന് പറയും, അതിൻ്റെ ഒരു ചെറിയൊരു അസുഖം ബാധിച്ചപ്പോഴേ എന്തോ ഒരു പനി ബാധിച്ച് അതെന്തോ മരുന്ന് എന്തെങ്കിലും അതങ്ങനെ ഇതായിപ്പോയി. പിന്നെ അത് പക്ഷേ അത് മാറിയിരുന്നില്ല. അങ്ങനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കാര്യം ഞാൻ അറിയായിരുന്നു. ഞാൻ ഡോക്ടർ ഒക്കെ ചികിത്സിച്ചൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവൾ നമ്മളെ എന്നെ വിട്ടുപിരിഞ്ഞു. ഞാനിവിടെ ആയിരുന്ന അവസരത്തിൽ അത് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടുണ്ടാകും അന്ന് കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഞാൻ ഇവിടെ സാധാരണ രീതിയിൽ തന്നെ പിന്നെ ഈ വിവരം വിളിച്ചു പറയാമെന്ന് ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഫോണും കാര്യങ്ങളും നമ്പർ അവിടെ ആർക്കും അറിയില്ല. പിന്നെ എൻ്റെ ഒരു ഭാര്യൻ്റെ അമ്മാവന് കുവൈത്തിലുണ്ടായിരുന്നു. ആ കുവൈത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഇന്നാളെ മോള് വേർപിരിഞ്ഞ് പോയിട്ടുണ്ട്, അദ്ദേഹത്തിനൊന്ന് അറിയിക്കാൻ എന്താണ് ഒരു വഴി എന്നുള്ളത് ചോദിച്ചു. അദ്ദേഹം ആരോ തപ്പിപ്പിടിച്ച് ഇവിടെ ഒരു ഞാൻ താമസിക്കുന്നിടത്തൊരു ഇതുണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, റഫീഖ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വിളിച്ച് പറഞ്ഞ് രാവിലെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ആൾ വിളിച്ചിരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ മരണവിവരം അറിഞ്ഞത്. അതും ഞാൻ രാത്രി വന്നതിൻ്റെ ശേഷം. എന്നോട് പറഞ്ഞാൽ എനിക്കൊരു ഫോൺ വന്നിരുന്നു, എന്താണെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അവിടുത്തെ ഒരാളോട് ചോദിച്ചു. അപ്പം വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് സംഭവം, എന്നോട് സമാധാനത്തിലൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വിവരം അറിഞ്ഞത്. ഇന്ന് ഈ ട്രങ്കോളുടെ നേരത്തെ കാര്യം പറഞ്ഞത് ഇന്നും അന്നത്തെയും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വാട്സപ്പ് എടുത്ത് ഞാനിവിടെ എത്തി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തോ അയാൾ പറയാൻ പറ്റും. അന്നത്തെ ട്രങ്കോളിൻ്റെ ഏറ്റവും വലുത് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ഥലത്തിൻ്റെ അപ്പുറത്ത് ട്രങ്കോൾ ബുക്ക് ചെയ്യുന്നിടത്ത് പോയി അവിടെ കുത്തിയിരുന്ന് ടോക്കൺ തന്ന് 2-3 മണിക്കൂർ ഇരുന്നാലാണ് നമ്മുടെ നമ്പർ വരിക. എന്നിട്ടാണ് നമ്മൾ വിളിച്ച് പറയുന്നത് ഇവിടെ എത്തിയെന്ന്. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കമ്പി അടിക്കണം, ടെലിഗ്രാം അടിക്കണം. ടെലിഗ്രാം പറയുമ്പോൾ ഇന്നൊരു പുതിയ ടെലിഗ്രാം അതല്ല. അല്ല, അന്ന് നമ്മൾ പറയാറ് എന്താണെന്ന് വെച്ചാൽ ചെക്ക് ടുമോറോസ് പേപ്പർ, നാളത്തെ മലയാളം പേപ്പർ നോക്കുക. അതിൽ ഫ്ലൈറ്റിനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും വാർത്ത ഉണ്ടാവുമല്ലോ, വിമാനം തകർന്നു അല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എത്തിയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എഴുത്തെഴുതി 5 ദിവസം എടുക്കും. വിവരമായിരിക്കും ഇന്നിപ്പോൾ അപ്പക്കപ്പ വീട്ടിലെത്തി വിവരം. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ പുതിയ ഒരു ജനറേഷന് അല്ലെങ്കിൽ ഒരു കൗതുകത്തോടെ തന്നെയാണ്. പ്ലസ് ഇമോഷണലും കൂടി കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നൊസ്റ്റാൾജിക് എന്നുള്ള ഒരു അണ്ടർലൈൻ ഇട്ട് പറഞ്ഞതിനേക്കാളപ്പുറം അതൊരു എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് അത് വല്ലാത്തൊരു അനുഭവമായിരിക്കാം. എന്നാൽ പുതിയ തലമുറകൾ നമുക്ക് എന്ത് മെസ്സേജാണ് കൺവേ ചെയ്യാനുള്ളത്? എന്താ, ബി സ്ട്രോങ്. അത് ഇപ്പോൾ സൂയിസൈഡ് കണ്ടമാനം കൂടുന്നു. കാരണം എന്താ, അതായത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയി ഇപ്പോൾ ബിഹേവിയേഴ്സ്.
ഒരു 5 മൈൽ നടന്നിട്ടാണ് നമ്മൾക്ക് സ്കൂളിൽ പോയിരുന്നത്, 5 കിലോമീറ്റർ 6. ഇന്നൊരു കുട്ടിക്ക് ഒരു 2 കിലോമീറ്റർ, അതായത് ഈ റെസിസ്റ്റൻസ് ഈസ് നോട്ട് ദയർ. ഇമോഷണലി ആവട്ടെ ഫിസിക്കലി ആവട്ടെ. ഫിസിക്കലി ആവണം, ജിമ്മിൽ പോയിട്ട് ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കും, പക്ഷേ ഇമോഷണൽ റെസിസ്റ്റൻസ് ഇല്ല. എന്തുകൊണ്ടില്ല? മാഷടിക്കുന്നില്ല, അയലോക്കാരൻ അടിക്കുന്നില്ല, ഉപ്പ അടിക്കുന്നില്ല, ഉമ്മ അടിക്കുന്നില്ല. യു ആർ പെമ്പറിങ് യുവർ ചൈൽഡ്. അതുകൊണ്ട് എന്തുണ്ടാവണം? ഹീ ഈസ് വെരി 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 സോഫ്റ്റ്. ഒന്നും ദേഷ്യത്തിൽ നോക്കിയാൽ തന്നെ ആ കുട്ടി ആകെ തളർന്നു. അതേസമയത്ത് നമ്മളെടുത്തിട്ട് 4 പടച്ചാലും നമുക്കൊന്നും വരുന്നില്ല. ഈ ഇതുണ്ടല്ലോ, സ്ട്രെങ്ത്, ഇമോഷണൽ സ്ട്രെങ്ത് ഓർ മെൻ്റൽ സ്ട്രെങ്ത് മേക്സ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ടു ദി ചിൽഡ്രൻ. അത് കുട്ടികളെ നിങ്ങൾ വീട്ടിൽ വഴക്ക് പറഞ്ഞ് വളർത്തണം. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഒരു പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ അവൻ പോയിട്ട് ട്രൈ ടു എൻഡ് ഹീസ് ലൈഫ്. അതല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ദേ ഹാവ് ടു ഫേസ് ദ ഹാർഡ്ഷിപ്സ് ഓഫ് ദ ലൈഫ്. ഈ വിഷയത്തിൽ കൂടുതൽ മാഷാണ്, 2 തലമുറയും പിന്നെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. മാഷിന് ഇപ്പൊ എന്താ ഒരു അനുഭവം ഉള്ളത്? അന്നത്തെ കാലത്തെ കുട്ടികളുണ്ട്, ഇപ്പം നമ്മുടെ ചെറുപ്പത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിനെ പറ്റി നമുക്കറിയാം. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് എല്ലാ മേഖലകളിലും അവർ സ്വയം റെസിസ്റ്റൻസ് ലഭ്യമായിരുന്നു. ഇന്നിപ്പം ഭക്ഷണം ഇല്ലെങ്കിൽ ആ ഭക്ഷണമില്ലായ്മയെ തരണം ചെയ്യാൻ അവർ കുടുംബത്തിൽ നിന്ന് ശീലിച്ചു. വസ്ത്രമില്ലെങ്കിൽ ആ വസ്ത്രമില്ലായ്മയെ തരണം ചെയ്യാനും അവർ സ്വയം പര്യാപ്തമായി വന്നിരുന്നു. പിന്നെ സ്കൂളിലാണെങ്കിൽ പുസ്തകമില്ല, പുസ്തകമില്ലെങ്കിൽ ഒരു കുട്ടികൾ സ്കൂളിൽ പോകും, ചിലപ്പോൾ സാർമാർ കുറച്ച് പുറത്താക്കും, സാർമാർ ചീത്താറ്, എന്നാലും കുറച്ച് കഴിഞ്ഞാൽ സാർമാർ കയറ്റിയിരുത്തും, അവർ പഠിക്കും. ബാഗില്ലെങ്കിലും സ്കൂളിൽ പോകും. മഴ ആണെങ്കിലും കുട ഇല്ലെങ്കിലും അവരെന്തെങ്കിലും കിട്ടിയതിൽ തല വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഓടിപ്പോകും. മഴത്താണെങ്കിലും വെയിലത്താണെങ്കിലും അവർ സ്കൂളിൽ പോകും. നടക്കാനാണെങ്കിൽ ഇപ്പം ഈ സ്കൂളിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് അപ്പുറമുള്ള സീറ്റ് അവിടെ കിട്ടിയത് അങ്ങോട്ട് പോകും, നടന്നു പോകും. അപ്പോൾ കുട്ടികൾ വളർന്നു വരുന്നതോറും ഓരോ കാര്യങ്ങളിലും സ്വയം പര്യാപ്തതയും റെസിസ്റ്റൻസും നേടിക്കൊണ്ട് പോവുകയാണ്, മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നതല്ല, ഇന്ന് നമ്മൾ കുട്ടികളെ അതിന് ശീലിപ്പിക്കുന്നില്ല. ബുക്ക് വേണമെങ്കിൽ ബുക്ക് നാളെ വാങ്ങിത്തരാമെന്ന് പറയാൻ നമ്മൾ തയ്യാറാവണില്ല. വസ്ത്രം അതില്ലെങ്കിൽ വസ്ത്രം കൊടുക്കാനും വേണ്ടിയിട്ട് തയ്യാറാവും. അവർ പറഞ്ഞാൽ വെച്ചാൽ ചെയ്തു കൊടുക്കാനും ഓരോരോന്നും തയ്യാറാവർ. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ലഭ്യമാകുന്നുള്ളൊരു തോന്നലാണ് എല്ലാം. അപ്പോൾ എന്തെങ്കിലും ഒരു ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനുള്ള ഒരു പഠനം ഒന്നുകിൽ സമൂഹത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ നിന്നിട്ട് ഒരു സ്ഥലത്തൊന്നും കിട്ടണില്ല. അതുകൊണ്ട് അവർ അതുതന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാകുന്ന എല്ലാറ്റിനും അവർക്ക് റെസിസ്റ്റൻസ് പവർ. അത് നമ്മൾ റെസിസ്റ്റൻസ് പവർ എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിൻ്റെ മാത്രമല്ല, എല്ലാ മേഖലയിലും റെസിസ്റ്റൻസ് പവർ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കുറേ ഇതുണ്ടാവും. ക്ഷമ ഉണ്ടാവും. ക്ഷമയില്ല, അനങ്ങിയാൽ അവർ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുകയാണ്. പണ്ടത്തെ കാലത്ത് നോക്കിയിട്ടൊക്കെ അടിക്കുള്ളൂ, എന്നെക്കാട്ടി ലക്ഷം വലുതാണോ, 2 എനിക്ക് കൊടുക്കുമോ ഇല്ല അങ്ങോട്ട് കൊടുക്കുമെന്നൊക്കെ നോക്കിയിട്ടാണ് അന്ന് എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കാനേ പോവുള്ളൂ. അല്ലെങ്കിൽ അവനായിട്ട് കളിച്ചാൽ ശരിയാണെന്ന് തിരിച്ചു. ഇന്നതല്ല, ഒരു പ്രത്യേക ധൈര്യം കുട്ടികൾക്കുണ്ട്. അത് എങ്ങനെ കിട്ടുന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. അത് സമൂഹം ഒന്നായിട്ട് ഉണരണം, ഭരണാധികാരികൾ ഉണരണം. മനസ്സിലായില്ലേ? കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നത് പിന്നെ പലരും അധ്യാപകന്മാരെ തന്നെ എതിർക്കാൻ തുടങ്ങി. മനസ്സിലായില്ല? അതൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും മിസ്യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? കുട്ടികളെ അധ്യാപകന്മാരെ അടിക്കുന്നത് കുട്ടികളെ നന്നാക്കാനെന്നുള്ളൊരു ധാരണയും അതുണ്ടാവണം, ഭരണാധികാരികൾക്ക് ഉണ്ടാവണം. ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നാണ് അതൊക്കെ വരുന്നത്. നിങ്ങൾ നേരത്തെ ലോക്കൽസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഏതായാലും 970 UAE എന്ന ഒരു ബൃഹത്തായ ഒരു രാജ്യം ഉണ്ടാകുന്നത്. ക്രൂഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് മാറിയിട്ട് UAE ഉണ്ടാകുന്നുള്ളത് ഈ സൈനസ് ഷേഖ് സായിദിൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ പണ്ട് ഉള്ള രാജാക്കന്മാർ തമ്മിലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ലോക്കൽസുമായുള്ള വല്ല ഓർമ്മകളും പങ്കുവെക്കാനുണ്ടോ? ധാരാളമുണ്ട്. അതായത് ഇവിടുത്തെ ലോക്കൽസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ധാരാളം. ഇൻ ടേംസ് ഓഫ് റെസ്പെക്റ്റ്, ഇൻ ടേംസ് ഓഫ് ബിഹേവിയർ, ഇൻ ടേംസ് ഓഫ് കെയർനെസ് ടു അതേഴ്സ്. ധാരാളം പഠിക്കാനുണ്ട്. എനിക്ക് വളരെയധികം ലോക്കൽ ഫ്രണ്ട്സുണ്ട്. അതായത് അത് പറയാനല്ല ഇപ്പം ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ 37 കൊല്ലം അഡ്നോക്കിൽ ജോലി ചെയ്ത കാരണം അവിടെയൊക്കെ ലോക്കൽ നാഷണൽസ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ വളരെയധികം വലിയ ലോക്കൽസിനെ പരിചയപ്പെടാൻ ഇട വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കേണൽ ദാഹി ഖൽഫാൻ, ഹിസ് എക്സലൻസി ഹി വാസ് ദ ചീഫ് ഓഫ് പോലീസ്. അതുപോലെ തന്നെ മുഹമ്മദ് അൽ ഖാസ്മി, ഷാർജയിലത്തെ ഹെഡ് ഓഫ്
മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവരോടൊക്കെ ചെന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളൊക്കെ ഒന്നുമല്ല എന്ന് തോന്നിക്കളയും. എന്ന് വെച്ചാൽ അത്രയും ബഹുമാനത്തോടു കൂടി, അത്രയും സഹിഷ്ണുതയോടു കൂടിയിട്ട് ഇവിടുത്തെ ലോക്കൽ ഇത്രയും വലിയ ആൾക്കാർ, വളരെയധികം വലിയ ഫാമിലിയുള്ള ആൾക്കാർ എനിക്ക് ജോലി സംബന്ധമായിട്ട് പരിചയപ്പെടേണ്ടതും വർത്തമാനം പറയേണ്ടതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ കൂടെയൊക്കെ പഠിക്കേണ്ടത്, ഞാൻ പറഞ്ഞത് ബഹുമാനം പഠിക്കേണ്ടതാണ്. നിങ്ങളവിടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ വാതിൽ വരെ കൊണ്ടാക്കി തരും. ആ നമ്മുടെ അവിടുത്തെ ഗർവുണ്ടല്ലോ, അതായത് എന്താണ് അറഗൻസ്, ഇറ്റ് ഈസ് നോട്ട് ദെയർ, ഇറ്റ് ഈസ് നോട്ട് ദെയർ. പിന്നെ നിങ്ങൾ ഒരു റോൾസ് റോയ്സിലാണ് ചെന്നതെന്ന് വെച്ചാൽ അവർ പറയില്ല, ഇവിടുത്തെ ലോക്കൽസ് പറയില്ല, ഹിന്ദി മലബാരി അവൻ വന്നത് കണ്ടില്ലേ റോൾസ് റോയ്സിൽ, കുറച്ചുകൂടി റെസ്പെക്റ്റ് കൂടുതൽ തരുള്ളൂ. അതേ സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ ഒരാളൊരു റോൾസ് റോയ്സിൽ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർക്കാരൻ പറയും, കണ്ടില്ല അവൻ തിരുവനന്തപുരത്തുകാരനാണ് റോൾസ് റോയ്സിലാണ്. ഈ ജലസി ചിലപ്പോൾ നമുക്ക് ട്രഡീഷണലായിട്ട് നമ്മൾ മുസ്ലിങ്ങളല്ലേ, ഇസ്ലാമിയങ്ങളാവുമ്പോൾ അവരുടെ ട്രഡീഷൻ എവിടെ നിന്നാണ് വന്നിട്ടുള്ള, ഇറ്റ് കംസ് ഫ്രം നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. ആ ആൾക്കാരായിരിക്കാം ഇത്. എന്തായാലും യു ഹാവ് ടു ലേൺ ഫ്രം ദം. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. നിങ്ങൾക്ക് വല്ല ഹജ്ജ് ഓർമ്മകളുണ്ടോ? ഹജ്ജ് ചെയ്തതാ? ഹജ്ജിന് ഞാൻ ഓർക്കുമ്പോഴേ നമ്മുടെ സ്കൂളിൻ്റെ ചെയർമാൻ കമാലുദ്ദീൻ ഹാജി സാഹിബിനാണ് ആദ്യം ഓർക്കുന്നത്. ഞാൻ ആദ്യത്തെ ഹജ്ജ് ഏകദേശം ഒരു 30 കൊല്ലം മുമ്പാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരവും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹന പ്രകാരമാണ് പോയിട്ടുള്ളത്. അദ്ദേഹം ഈ ദീനീ പ്രവർത്തനങ്ങളിൽ ദുബായിലും കേരളത്തിലും അറിയപ്പെടുന്ന ഒരു പ്രവർത്തനം നടത്തിയ ആളാണ്. എല്ലാവർക്കും അറിയാതെ ദുബായിൽ കമാലുദ്ദീൻ ഹാജി സാഹിബ്. അപ്പോൾ അദ്ദേഹം ഒരു കൊല്ലം, പഴയ ആളുകൾക്കൊക്കെ അറിയുന്ന ആളാണ്, തബ്ലീഗിൻ്റെ ഇവിടുത്തെ ഹെഡായി. ഒരു കൊല്ലം ഇങ്ങനെ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഈ കൊല്ലം നമുക്ക് കുറച്ച് ആളുകളെ ഹജ്ജിന് പറഞ്ഞേക്കൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നല്ലതല്ലേ, അദ്ദേഹത്തിന് തീരുമാനിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ഒരു ഇതായിട്ട് പോകണതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഹജ്ജിനെ പറ്റിയിട്ടും അങ്ങനെ അത് കൊണ്ടുനടക്കാനൊന്നും അറിയില്ല. അത് വേണ്ട, അതിന് വേറെ അലിമ്യങ്ങളൊക്കെ അയക്കും, നിങ്ങളെ പേപ്പർ വർക്കും കാര്യങ്ങളും വിസ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ഏറ്റെടുത്ത് അതിൻ്റെ എല്ലാവരും ഓരോ സ്കൂളിൻ്റെ സ്റ്റാഫ്, പിന്നെ അദ്ദേഹത്തായിട്ട് പരിചയമുള്ള ഈ ജമാഅത്തായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് അലിമ്യങ്ങളും ഇങ്ങനെയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങനെ അത് ഏറ്റെടുത്ത് അദ്ദേഹം കുറച്ച് ആൾക്കാരുടെ പേര് തന്നി. നമ്മളെ ന്യൂ ജമ്മു സ്കൂൾ ദുബായിൽ നിന്ന് പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരുടെ പേര് ഞാൻ ശേഖരിച്ച് 5-6 ആൾ വന്ന്. അതേമാതിരി നമുക്ക് ബ്രാഞ്ച് സ്കൂൾസ് അല്ലൈന്, അബുദാബി, ഷാർജ, പിന്നെ നമ്മുടെ സെൻട്രൽ സ്കൂൾ നമ്മളത് തന്നെ, അവിടെ നിന്നൊക്കെ സ്ഥാപനം കിട്ടി. അങ്ങനെ മൊത്തത്തിൽ ഒരു 45 പേര് സ്റ്റാഫായിട്ടും മറ്റൊരു വന്ന്, പിന്നെ കുറച്ച് അലിമികൾ, പ്രഗത്ഭനായ അലിമികൾ ഒരു 3-4 ആളെ പേര് അദ്ദേഹം സെലക്ട് ചെയ്ത് തന്ന്. അങ്ങനെ ഹജ്ജിന് പോകാൻ ഉള്ള പേപ്പർ വർക്കൊക്കെ തീരുമാനിച്ച് അങ്ങനെ സ്കൂളിൻ്റെ ബസ്സിലാണ് അന്ന് പോയത്. AC ഇല്ല. ഇന്നത്തെ കാലത്ത് ഈ ഒരു ടാറ്റ ബസ്സാണ് സ്കൂളിൽ ഉപയോഗിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഒരു ജൂണിലല്ല, അതിൻ്റെ മുമ്പുള്ള ഏതൊരു മാസത്തിലാണ് പോയത്. എക്സാക്ട് നല്ല കൊല്ലം ഞാൻ ഓർക്കണില്ല. എന്നിട്ട് അതിൽ 2 ഡ്രൈവർമാർ, ഒരു 2 കുക്ക്, അവിടെ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കുക്കിനെ ഏർപ്പാടാക്കി. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വക ഫ്രീ. പിന്നെ ആരാണോ ഇത് കൊണ്ടുവന്നത്, ആലിമ്യങ്ങളായിട്ടുള്ള ആൾക്കാർക്കും അദ്ദേഹത്തിൻ്റെ വക ഫ്രീ ആയിട്ടുള്ള ചിലവ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചിലവും, സ്വന്തം പേഴ്സണൽ ചിലവില്ലാതെ വേറൊരു ചിലവുമില്ല. അതേമാതിരി വന്ന ഒരു 10-15 ആൾക്കാർക്ക് അദ്ദേഹം ആ മഹത് വ്യക്തിത്വത്തിൻ്റെ മനസ്സിനെ ഞാനിപ്പോൾ കാണുകയാണ്. അങ്ങനെ ബസ്സൊക്കെ തയ്യാറാക്കി, ബസ്സിൽ ഒരു മൈക്ക് ഫിറ്റ് ചെയ്ത്, പിന്നെ 2-3 ഫാന്, ചെറിയ ഫാനൊക്കെ അവിടെയൊക്കെ ഫിറ്റ് ചെയ്ത്, അങ്ങനെ ഒരു ദിവസം ഇവിടുന്ന് പുറപ്പെട്ട് ബസ്സിൽ തന്നെ കുറേ പോകുമ്പോൾ 200-200 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എവിടെയെങ്കിലും നിർത്തും, ഒരു പള്ളിയിൽ വിശ്രമിക്കും. എന്നിട്ട് അതിൻ്റെ സമയം അങ്ങനെ പോയി
അന്ന് ചെക്കിങ്ങൊക്കെ ഈ ശിലാ ബോർഡറിലൊക്കെ ചെക്കിങ്ങൊക്കെ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്നിട്ട് ആ ബസ്സിൽ പോയിട്ട് ആദ്യം മക്കയിൽ പോയി ഉമ്മറൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ മദീനയിൽ പോയി. മദീനയിൽ 10 ദിവസം, ഒരു മാസത്തോളം ഹജ്ജ് ചെയ്തു. എന്നിട്ട് പിന്നെ ഹജ്ജിനെ പറ്റിയിട്ട് കൂടുതൽ അന്നത്തെ കാലത്തുള്ള ഈ യാത്ര, ചൂട് ഒക്കെ ഉള്ളതല്ലാതെ അതാണ് എനിക്ക് ഹജ്ജിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് ഓർമ്മയിൽ എങ്ങനെയായിരുന്നു അന്നൊക്കെ ഇവിടെ? ഞാൻ ഒരു ഹജ്ജ് യാത്രയിൽ പോകാൻ വേണ്ടി കമ്പനിയിൽ ലീവൊക്കെ ചോദിച്ചു. അപ്പോൾ 2 മാസത്തെ ശമ്പളം അവർ തരാൻ പെൻഡിങ്ങിലുണ്ട്, അപ്പോൾ ഫോണോടുകൂടി തരാം എന്ന് പറഞ്ഞു. ഹജ്ജിനെല്ലാം പ്ലാൻ ചെയ്തു, വേറെ സ്റ്റാഫിന് ബദലിക്ക് വെച്ച് കൊടുത്തു, എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഹജ്ജിന് പുറപ്പെടുന്ന അജ്മാൻ ഖൽഫാൻ മസ്ജിദിൽ നിന്നാണ് 4 മണിക്ക് ഹസറിന് അവിടെ എത്തണം, ബസ് പുറപ്പെടണം. ആ സമയത്ത് ഓണർ പറയാണ് ലോഹർക്ക് ഇൻഷാ അല്ലാഹ് എനിക്ക് യോഗ ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം പോകാൻ. അങ്ങനെ വളരെ എല്ലാ സ്റ്റാഫുകളും കൂടി പറഞ്ഞ് സമ്മതം തന്നു. അപ്പോൾ എൻ്റെ ഉപ്പ ഇവിടുന്ന് ഒരു ഗ്രൂപ്പിലാണ്, നാട്ടിൽ നിന്നും ഇവിടുന്ന് എടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇവിടെ സുന്നി സെൻറ്ററിൻ്റെ ആദ്യകാല ജനറൽ സെക്രട്ടറിയും ഹജ്ജ് ഗ്രൂപ്പിൻ്റെ അമീറായിരുന്ന മമ്മൂട്ടി ഫൈസി പട്ടാമ്പി സുന്നി സെൻറ്റർ വിട്ടതിന് ശേഷം നാട്ടിൽ സെറ്റിലായതിനു ശേഷം മൂപ്പര് സ്ഥാപിച്ച അൽ ഇർഷാദ് ഹജ്ജ് ഗ്രൂപ്പ്, അതിലാണ് അവിടുന്നും ഇവിടുന്ന് പോരുക എന്നുള്ളതാണ് അവരുടെ ഫെസിലിറ്റീസ്. അപ്പം അങ്ങനെ ഉപ്പ അവിടുന്ന് ഞാൻ ഇവിടുന്നു. അപ്പോൾ ഉപ്പ അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയണമെന്ന് എസറിന് എത്തേണ്ട, എന്നോട് അടുത്ത കൊല്ലം പോകാമെന്ന് പറഞ്ഞ് സമ്മതം കിട്ടി. എന്തായാലും പുറപ്പെട്ടു ആ ഹജ്ജ് യാത്രയിൽ. അപ്പോൾ ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ആ സ്വന്തം ഉപ്പാനെ കൊണ്ടുപോയിട്ട് ഹജറുൽ അസ്വദ് മുത്താനും ത്വാഫ് ചെയ്യാനും എല്ലാം സാധിച്ചു. ഒരു ഭാഗ്യവാനാണ് കാര്യത്തിൽ എന്നുള്ളതാണ് ഒന്ന്. 2, അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് കൊണ്ടുപോകുന്ന ബസ്സിൽ നമ്മൾ ദുബായ്ക്കാർ ഇവിടുന്ന് നമ്മുടെ ബസ് തന്നെ, അതിൽ നാട്ടിൽ നിന്ന് വന്ന 1-2 സുഖമില്ലാത്ത, എൻ്റെ പാനെ പോലുള്ള സുഖമില്ലാത്ത ആളുകളെ ഈ ബസ്സിൽ കയറ്റിയിട്ടുണ്ട്. മക്കത്ത് ചെന്നതിന് ശേഷം ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതിൻ്റെ ഒരു 2-4 ദിവസം മുമ്പ് തന്നെ ഉപ്പാക്ക് സുഖമില്ലാതെ വളരെ അധികം സീരിയസ് പോലെ ഉള്ള അവസ്ഥയൊക്കെ ഉണ്ടായി. ഒരു വിധേന ഇഹ്റാം ചെയ്തു മീനായി കൊണ്ടുപോയി അവിടുന്ന് അർഫയിലേക്ക് പന. അപ്പോൾ ഇപ്പോൾ കണ്ണു വീക്കുന്നില്ല, എന്നാലും പന പിടിച്ച് കൊണ്ടാവുന്ന ഇതുണ്ട്. അങ്ങനെ അർഫയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മീനായിൽ നിന്ന് റോട്ടരികിലേക്ക് നിർത്തിയിട്ട് ബസ്സിന് കാത്തു നിൽക്കുകയാണ്. മീനായിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് അപ്പുറത്തൊരു വണ്ടിയിൽ ജ്യൂസുകളൊക്കെ വിൽക്കണ ഒരു പെട്ടിക്കട കണ്ടു. ഞാൻ ഉപ്പാക്ക് എന്തെങ്കിലും മേടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ആ കടയിൽ പോയിട്ട് സാധനം മേടിച്ച് വരുമ്പോഴത്തേനും എല്ലാവരും ബസ്സിന് കാത്തു നിൽക്കുന്ന ഈ നിന്ന് ബസ് ആ റൗണ്ട് അപ്പോട്ടിലേക്ക് വരുള്ളൂ, അങ്ങോട്ട് കടന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്നവർ അങ്ങോട്ട് എടുത്ത് മാറ്റി എല്ലാവരും. അപ്പോൾ ആരോ പട കൈ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ ആ ജ്യൂസ് മേടിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഉപ്പില്ല, ഈ ആളുകളും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചെന്താ ബസ് വന്ന് ഇവരെ അർഫയിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ അപ്പുറത്തേക്ക് കടന്നു നിന്നത് ഞാൻ കണ്ടിട്ടില്ല, പോയി എന്നാണ്. ഞാൻ എന്താ പറയുക, ആകെ ഒരു പ്രയാസമായി. ഉടനെ തന്നെ അങ്ങനെ എന്താ ചെയ്യാന്നുള്ളത് അറിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പിക്കപ്പ് വന്നു, അർഫ അർഫ അസറ 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 അർഫ അർഫ. അപ്പോൾ ഞാൻ 10 ദിർഹംസ് റിയാൽ കൊടുത്തിട്ട് അർഫയിലേക്ക് അതിൽ കയറി. ആ അർഫയിലേക്ക് പോവുകയാണെങ്കിൽ അർഫ മൈതാനി എന്ന് പറഞ്ഞാൽ വലിയ മൈതാനിയാണ്. എവിടെയാണ് നമ്മൾ ചെല്ലുക, എന്താണ്? അപ്പോൾ അതിൻ്റെ നമ്മൾ മക്കത്ത് ചെന്നതിൻ്റെ 2 ദിവസം അന്ന് തന്നെ രാത്രി അമീർ മമ്മൂട്ടി ഫൈസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്താണ് മുത്തവഫ് എന്താണ് നമ്പർ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അറഫ എന്താണ് മുത്തവഫ് എന്താണെന്ന് അറിയില്ല. പക്ഷേ ആ മമ്മൂട്ടി ഫൈസി നമ്മളോട് പറഞ്ഞിരുന്നു, കൊണ്ട് വന്നേ ഇവിടെ അടുത്ത് തന്നെ മിസ്ഫല കാർ പാർക്കിംഗ് ഉണ്ട്. 1998 അന്ന് ഇപ്പം ഇന്നത്തെ മക്കയും അന്നത്തെ മക്കയായിട്ട് പരിസരങ്ങളായിട്ട് വ്യത്യാസമുണ്ട്. മക്കയിൽ നിന്ന് ആ ബാബു ഉമ്മറുടെ അവിടെ കടന്നു വരുന്നിടത്ത് തന്നെ സഫിയ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അന്ന് മമ്മൂട്ടി ഫൈസിനോട് പറഞ്ഞത് ഇവിടെ മിസ്ഫല കാർ പാർക്കിൻ്റെ അവിടെ പോയിട്ട് മുത്തവഫ് മൻസൂർ എന്നാണ് പേര്, 80 നമ്പർ, അവിടെ പോയിട്ട് ദുബായിൽ നിന്ന് വന്നവർക്കുള്ള ഐഡൻറ്റി കാർഡ് തരാൻ പറഞ്ഞ് മമ്മൂട്ടി ഫൈസി പറഞ്ഞാന്ന് പറഞ്ഞാൽ തരുന്നു. അപ്പം ഞാൻ വേറൊരാൾ കൂടിയിട്ട് 5 ഉറുപ്പിക കൊടുത്തിട്ട് കള്ള ടാക്സി പോയിട്ട് മേടിച്ചിട്ട് അപ്പം തന്നെ വന്നു. അപ്പോൾ മുത്തവഫിൻ്റെ പേര് മൻസൂർ. മുത്തവഫ് എന്നുള്ള പേര് നമുക്കറിയില്ലല്ലോ. മുത്തവഫ് മൻസൂർ നമ്പർ 80 മുത്തവഫ് നമ്പർ. ഇത്
ആ അന്ന് പറഞ്ഞെന്നായിരുന്നു നമ്മുടെ മനസ്സിലുണ്ട്. എർഫ എന്ന് പറഞ്ഞിട്ട് പിക്കപ്പ് വന്ന് നമ്മളിപ്പോൾ എർഫ എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയില്ല. എർഫയിലേക്ക് നമ്മൾ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിക്കപ്പ് അവിടെ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടുക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ അന്വേഷിച്ചു. മൻസൂറാണ്, മുത്തഫാണ്, 80 നമ്പർ. അത് ചോദിച്ചറിഞ്ഞ് നമ്മുടെ ഷെഡിൽ അവിടെ എത്തി. ആ ഷെഡിൽ എത്തുമ്പോൾ ഈ ബസ് വന്നിട്ടില്ല. കാരണം ഇവർ അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ, അവർ കയറിയിട്ടില്ല. ബസ് ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ്. ഞാനവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ 2 മണിയോട് കൂടിയാണ് എൻ്റെ ഉപ്പാനെ ഇവരങ്ങോട്ട് എത്തിക്കണത്. ഈ ടീം ഞങ്ങളുടെ ബസ്സിൻ്റെ ആളുകൾ അങ്ങോട്ട് വരണുള്ളൂ. അപ്പോൾ ഞാൻ അത്രയും വിഷമപ്പെട്ടിട്ട് അർഫയിൽ കാത്തു നിൽക്കുക. അർഫ കഴിഞ്ഞ് മുസ്തലിഫയിലേക്ക് പോകുന്ന വഴിയിൽ നാട്ടിൽ നിന്ന് വന്ന ഒരു തള്ള, ഒരു ഉമ്മ, അവർ വന്നിട്ടുള്ളത് എറണാകുളം ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. നാട്ടിലത്തെ ഗ്രൂപ്പിൽ വന്നുള്ളത്. അപ്പോൾ നാട്ടിലത്തെ ഗ്രൂപ്പ് യു ഐ ഗ്രൂപ്പ് ഒന്നാണ്. അപ്പോൾ ആ തള്ളനെ ഞങ്ങളുടെ ബസ്സിൽ കയറ്റിയിട്ടുണ്ട്. അതിന് സുഖമില്ല, അതിൻ്റെ കൂടെ ആരുമില്ല. അങ്ങനെ മുസ്തലിഫയിൽ കൊണ്ടുപോയി ബസ് പാർക്ക് ചെയ്തതിന് ശേഷം ഒരു 3-3:30 ആകുമ്പോൾ അതിങ്ങനെ ചക്രാത്തിൻ്റെ വരി വരിക്കാൻ തുടങ്ങി തള്ള. എൻ്റെ ഉപ്പയാണെങ്കിൽ കണ്ണു വീക്കണില്ല, ഉപ്പാക്കും അസുഖമുണ്ട്. പിന്നെ പലരും അതിൽ വേറെ ഒരു ഉപ്പയുണ്ട് സുഖമില്ലാത്ത. ഈ തള്ള 3-3:30 മണിയാകുമ്പോൾ ചക്രാത്തിൻ്റെ വലി ഇങ്ങനെ വലിക്കണം. ആ വലിക്കണ സമയത്ത് അതിൻ്റെ ഈ ആലുവ ടീമിൽ ഇത് പട്ടാമ്പിയിൽ നിന്നാണ് അവരെ ഗ്രൂപ്പ് പുറപ്പെടണമെങ്കിലും ആലുവയിൽ നിന്ന് വേറൊരു ഏജൻസി മുഖാന്തരം കുറച്ച് ആളുകൾ ഇതിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ആരും കയറിയിട്ടില്ല, ഈ തള്ള മാത്രം. 3-3:30 ആകുമ്പോൾ അവിടുത്തെ ഒരു മൂസാജി, അയാളാണ് അവിടുത്തെ അതിൻ്റെ ഇൻചാർജ്. എറണാകുളത്ത് നിന്ന് വന്ന കൊച്ചി ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അയാൾ വന്നിട്ട് ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഇതാ കുറച്ച് കട്ടൻ കാപ്പി കുടിച്ചോളെ എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയാണ് കൊണ്ടുവന്നത്. അത് എവിടെയോ സംഘടിപ്പിച്ച് ആ മൂസാജി കൊടുന്നിട്ട് ആ ഉമ്മാനെ വിളിച്ചിട്ട്, അപ്പം ഉമ്മ ഈ സക്രാത്തിൻ്റെ അരിയിൽ എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പം മൂസാജി പറഞ്ഞു, നിങ്ങൾക്ക് കട്ടൻ കാപ്പി ഭയങ്കര ഇഷ്ടമല്ലേ, ഞാൻ എവിടുന്നോ ഇവിടുന്നാന്ന് പറഞ്ഞു. അപ്പം ഉമ്മ വിളിച്ചിട്ട് ഈ ഒരു കൊടുന്ന ഒരു ഗ്ലാസ് ചായ കട്ടൻ കാപ്പി അത് 3-4 ആളുകൾക്ക്, എൻ്റെ ഉപ്പാക്കും തന്നു, മറ്റേ ഉപ്പാക്കും തന്നു, ഒരു മുറുക്കനിക്കും തന്ന് ഉമ്മാക്കും കൊടുത്തു. ഇത് കുടിച്ചു തള്ള, അത് മേടിച്ച് കുടിച്ചു. അങ്ങനെ തള്ള അവിടെ പിന്നെ മുത്തിരുന്ന് ഇയാൾ പോയി. കുറച്ച് കഴിഞ്ഞതിന് ശേഷം തള്ളയുടെ വലി കൂടി വന്നപ്പോൾ ഞങ്ങൾ 2-3 ആൾക്കാർ, ഇപ്പം എൻ്റെ ഉപ്പാനെ നോക്കാൻ ഞാൻ സ്റ്റാൻഡ് ബൈ ഉണ്ട്, എനിക്കും വയ്യ എന്നാലും ഞാൻ സ്റ്റാൻഡ് ബൈ ഉണ്ട്, അതുപോലെ മറ്റുള്ളവർ സ്റ്റാൻഡ് ബൈ. ഞങ്ങൾ ഈ തള്ളനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇതിൻ്റെ മോനാണോ ആ വന്നത്, ഉമ്മ വിളിച്ചിട്ടാണ് കാപ്പി കുടിച്ചോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് മോനാണോ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ സക്രാത്തിൻ്റെ വലിക്കുന്ന ഉമ്മ, യാതൊരു കുഴപ്പമില്ലാത്ത ഉമ്മ പറയണം, അതിൻ്റെ മോനല്ല, മൂസാജി ഞങ്ങളുടെ ഏജൻസിയാണ്, ഞങ്ങളുടെ ഏജൻ്റാണ്, മൂപ്പരാണ്. പക്ഷേ അവൻ നല്ലോണം നോക്കുന്നുണ്ട്, മൂപ്പര് നല്ലോണം നോക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെ 2-3 നാട്ടുകാർ പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ പോരെന്നാ ഞങ്ങൾ നോക്കിക്കോളാം. ഇതിന് മക്കളില്ല, ഈ ഉമ്മാക്ക് മക്കളില്ല. അപ്പോൾ അടുത്തുള്ള പെണ്ണുങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഉമ്മ വന്നിട്ടുണ്ട്. അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു സക്രാത്തിൻ്റെ വലിക്കണ സമയത്ത് അങ്ങനെ ഒന്നും ഇല്ല, നമ്മളെങ്കാലും നല്ല ആരോഗ്യത്തിലാണ് ആ ഉമ്മ പറയുന്നത്. അവരാരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ സംസാരം നിർത്തി. പിന്നെ ഉമ്മ വീണ്ടും വലി തുടങ്ങി. അങ്ങനെ ഉമ്മ ബസ്സിൽ ഇങ്ങനെ വീഴാൻ പോയി. അപ്പോൾ ഞങ്ങൾ മേടിച്ചു, ഉമ്മ ഇതൊരു പന്തികേടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ബാക്കിലെ സീറ്റിലുള്ളവരെ മാറ്റിയിട്ട് ഇങ്ങനത്തെ സീറ്റിൽ നിന്ന് ബാക്കിലെ സീറ്റിലേക്ക് ഉമ്മാനെ കെടുത്തി. അപ്പോൾ സുബൈൻ്റെ ബാങ്കോട് കൂടി ഉമ്മയുടെ സക്രാത്തിൻ്റെ വലിയോടുകൂടി ആ ബസ്സിൻ്റെ ബാക്ക് സീറ്റിൽ കിടന്നിട്ട് മരിക്കുകയാണ്. അത് വലിയൊരു അനുഭവം. അപ്പം ഉമ്മ മരിച്ചോ മരിച്ചില്ലേ നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ ഉപ്പ കണ്ണും രണ്ടും മേടിക്കണില്ലെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഉപ്പ ഈ സാധാരണ നാട്ടിൽ ഈ മയ്യത്തോടു കൂടി അസുഖം പിടിച്ചവരെ സംരക്ഷിക്കുന്ന ഒരു ആൾ കൂടിയായിരുന്നു ഉപ്പ. ആർക്കും മരണ സമയമായി കഴിഞ്ഞാൽ ഉപ്പാനെ കൊണ്ടുപോകാറുണ്ട്. ഡോക്ടർമാരെ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ ഉപ്പാനെ കൊണ്ടുവരും. അപ്പം ഞാൻ ഉപ്പാനെ പതുക്കെ വിളിച്ചുണർത്തി. അപ്പം ഇപ്പം നേരത്തെ കാപ്പി കുടിക്കുമ്പോൾ അറിയാം ഉപ്പാക്ക് നല്ല ശ്വാസം വലിക്കുന്നുണ്ട്. ഉപ്പാനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉപ്പ അമ്മ ഇപ്പം ശ്വാസം വലിക്കണില്ല, ബാക്ക് സീറ്റിലേക്ക് കെടുത്തിയിട്ടുണ്ട്, ഇപ്പം വന്നിട്ട് ഒന്ന് നോക്കണം. അങ്ങനെ ഉപ്പ എന്നെ ഒഴിച്ചു കൊണ്ടുപോയി. ഉപ്പ നാടി പിടിച്ച് ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞ ആൾ മരിച്ചേക്കണം. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഭവമാണ്. ആ ഉമ്മ അവിടെ വെച്ച് നിൽക്കുകയാണ്, സുബൈൻ്റെ ബാങ്കുവിൻ്റെ മുമ്പായിട്ട് ഉമ്മ മരിച്ച ബസ്സിൽ വാക്സിൻ. എല്ലാതൊരു അനുഭവമാണ്.
അങ്ങനെ ഒരുപാട് മധുരിക്കുന്ന ഓർമ്മകളും അന്നത്തെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഒന്ന് റിവൈവ് ചെയ്തു. അതൊക്കെ പുതിയ ജനറേഷന് കൊടുക്കുന്ന ഒരു മെസ്സേജും കൂടി നമുക്ക് ഇതിനിടയിൽ കൺവേ ചെയ്യാൻ പറ്റി. ഏതായാലും ഈ ബലി പെരുന്നാൾ ദിനത്തിൽ ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ഈ ഒരു പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥികളായ ഉമർ സർ, അതുപോലെ തന്നെ CP കോയ സർ, അതുപോലെ RVM മുസ്തഫ സർ തുടങ്ങിയവർക്ക് ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.